നമസ്തേ, ഞാൻ വീണ പ്രസാദ്. പുത്തൻപള്ളിയിലേക്ക് സ്വാഗതം. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഇന്ന് ഓഗസ്റ്റ് 19 ചിങ്ങം 3. പെട്ടെന്ന് തലക്കെട്ടുകൾ നോക്കി വരാം. ബംഗാളിൽ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം വ്യാപകം. സംഘർഷഭൂമിയായി കൊൽക്കത്ത. രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നും തെരുവിൽ പ്രതിഷേധത്തിൽ. മമതാ സർക്കാരിനെതിരെ വിമർശനവുമായി ഡോക്ടറുടെ കുടുംബം. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ബാങ്കേഴ്സ് സമിതിയുടെ നിർണായക യോഗം ഇന്ന്. ഇരകളുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനത്തിന് സാധ്യത. മൊറട്ടോറിയവും വായ്പ എഴുതി തള്ളുന്നതും പരിഗണനയിൽ. ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളത് 119 പേര്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം കാത്ത് സിനിമാ ലോകം. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന നടി രഞ്ജിനിയുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് അപ്പീലിൽ ആവശ്യം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോരടിച്ച ഇടത് വലത് സംഘടനകൾ. ഡിവൈഎഫ്ഐ വെല്ലുവിളിക്ക് യൂത്ത് കോൺഗ്രസിന്റെ മറുപടി. റിബേഷ് രാമകൃഷ്ണൻ പ്രതിയല്ലെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം നൽകാമെന്ന് മറുപടി. പ്രഖ്യാപനം: റിബേഷ് പ്രതിയാണെന്ന് തെളിയിച്ചാൽ 25 ലക്ഷം ഇനാം നൽകുമെന്ന ഡിവൈഎഫ്ഐ പ്രസ്താവനയ്ക്ക് പിന്നാലെ. ഇന്ന് വിശ്വ സംസ്കൃത ദിനം. ഭാഷകളുടെ മാതാവായ സംസ്കൃതത്തിന്റെ പ്രചാരണം ലക്ഷ്യമിട്ട പ്രവർത്തനങ്ങൾ സജീവം. 5.5 പതിറ്റാണ്ടായി സംസ്കൃത ദിനം ആചരിച്ച ഭാഷാപ്രേമികൾ. രക്ഷാബന്ധൻ ആഘോഷമാക്കി ഭാരതം. ആഘോഷം ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമായ ഇന്ന്. മഹത്തായ സഹോദരീ സഹോദര ബന്ധത്തിന്റെ സന്ദേശം നൽകി നാടെങ്ങും രാഖി അണിയിക്കൽ ചടങ്ങുകൾ. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് സമനില തുടക്കം. ചാമ്പ്യന്മാരെ സമനിലയിൽ തളച്ച് മയോർക്ക. ലാലിഗയിൽ അരങ്ങേറി എംബാപ്പെ. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം. ചെൽസിയെ തകർത്തത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. രാജ്യമാകെ പ്രതിഷേധാഗ്നിയിൽ കത്തുന്ന വിഷയത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ബംഗാളിലെ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിലെ പ്രതിഷേധം കൊൽക്കത്തയിൽ അടക്കം സംഘർഷവും തുടരുകയാണ്. രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നും തെരുവിൽ പ്രതിഷേധിക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പത്മ അവാർഡ് ജേതാക്കൾ. ബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവരെ കാണാൻ സമയം തേടി. വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുമ്പോൾ പോലും ഈ ഇരയായ കുട്ടിയുടെ കുടുംബത്തിനെ പോലും വിശ്വാസത്തിലെടുക്കാനോ അതല്ലെങ്കിൽ നീതിയുക്തമായ അന്വേഷണം നടക്കും എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നൽകാനോ കഴിയുന്നില്ല ബംഗാൾ സർക്കാരിന്. അതിനോടൊപ്പം തന്നെയാണ് ഗവർണറുടെ സുപ്രധാനമായ നീക്കം. സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം വളരെ വ്യാപകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ആകെ ഡിസ്മിസ് മമതാ സർക്കാർ എന്നുള്ള ക്യാമ്പയിൻ തുടരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബംഗാൾ ഗവർണർക്ക് സമയം അനുവദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നീക്കം തന്നെയല്ലേ ഗവർണറുടെ മനസ്സ്? രാജ്യവ്യാപകമായ പ്രതിഷേധം ആരോഗ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒപ്പം ഈ PG ഡോക്ടർ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്തയിലുമെല്ലാം അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ ആരോഗ്യ ഭവനായ നിർമ്മാൺ ഭവന്റെ മുന്നിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധം തുടരുന്നത്. ആ പ്രതിഷേധക്കാർ ഇന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിർമ്മാൺ ഭവന്റെ മുന്നിൽ സൗജന്യ OPD നൽകും എന്നുള്ളതാണ്. അതായത് സമരം ഉടനെ അവസാനിപ്പിക്കില്ല, മറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം. അത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം അല്ലെങ്കിൽ ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒപ്പം
എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രികൾക്ക് ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി നടക്കുന്നത്. അതിനാൽ ഇന്നും ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലുള്ള പ്രതിഷേധം തുടരും എന്നാണ് എയിംസിലെ ഉൾപ്പെടെ ആരോഗ്യ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. സൗജന്യ OPD ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാകും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി നിർമ്മാൺ ഭവന്റെ മുന്നിൽ ആരംഭിക്കുക. അതേസമയം കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഫുട്ബോൾ മത്സരം കാണാനെത്തിയ 2 ക്ലബ്ബുകളുടെ ആരാധകർ സംയുക്തമായി നിന്നുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധിച്ചു. ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 2 ഫുട്ബോൾ ക്ലബ്ബുകളുടെയും ഫാൻസ് ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ലാത്തി ചാർജിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം. ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആരോഗ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിലാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ CV ആനന്ദബോസ്, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കാണുവാൻ സമയം തേടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയെയും വിശദീകരിക്കുക എന്നതാണ് CV ആനന്ദബോസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഈ ആരോഗ്യ മേഖലയിൽ നിന്നും പത്മ അവാർഡുകൾ നേടിയ, വർഷങ്ങളായി തന്നെ പത്മ അവാർഡുകൾ ആരോഗ്യ മേഖലയിലെ നിരവധി ഡോക്ടർമാർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന മറ്റാളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. അത്തരം പത്മ അവാർഡുകൾ ലഭിച്ച ഏതാണ്ട് 70-ലധികം പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു കത്തയച്ചിരുന്നു. അതായത് ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അത് സംബന്ധിച്ചുള്ള ഒരു നിയമനിർമ്മാണം നടത്തുവാൻ ഉടൻ തന്നെ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ഈ പത്മ ജേതാക്കൾ കത്തയച്ചിരിക്കുന്നത്. ശരി ഗൗതം ദയവായി തുടരുക. ഇത് ദേശീയ തലത്തിലുള്ള അവസ്ഥ ഇതാണെങ്കിൽ, ബംഗാളിലെ അവസ്ഥ ഇതാണെങ്കിൽ, കേരളവും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലെ അനാസ്ഥയിൽ തീരെ പിന്നിലല്ല. നമ്മുടെ എന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല ആ ഡോക്ടർ വന്ദന ദാസ് എന്നുള്ള ഓർമ്മ. അതിനുശേഷം ഒട്ടേറെ വാഗ്ദാനങ്ങൾ തന്നിരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പ്രത്യേക യോഗം വിളിക്കുകയും ഉറപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. ആശുപത്രികൾ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ, അല്ലേ? എല്ലാ ആശുപത്രികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും പാഴ്വാക്കായി തന്നെ തുടരുകയാണ്. മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല എന്ന് ഓരോ ആശുപത്രികളും സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അവർ പരാതിപ്പെടുന്നതാണ്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഈ ബംഗാളിലെ പ്രശ്നം കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കുക. നമുക്ക് രശ്മി കാർത്തിക തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. രശ്മി, എന്തൊക്കെ ഉറപ്പുകളാണ് നൽകിയിരുന്നത്? ഇപ്പോഴും അതങ്ങനെ തന്നെ വെറും പാഴ്വാക്കായി കടലാസിലെ രേഖയായി തുടരുന്നു, അല്ലേ? അതെ പ്രദീപ്, അങ്ങനെ തന്നെയാണ്. ഈ ബംഗാളിലെ സംഭവത്തിന് പിന്നാലെ വലിയ ആശങ്കയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരും ഉള്ളത്. കാരണം ഈ നമുക്കറിയാം, വന്ദനയുടെ കൊലപാതകം അത് വലിയ രീതിയിൽ ഏവരെയും വേദനിപ്പിച്ചൊരു സംഭവമാണ്. സംഭവം കിടന്ന് ഇത്രത്തോളം കാലങ്ങൾ പിന്നിട്ടു. അന്ന് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ ആശുപത്രികളിൽ, അതായത് സർക്കാർ ആശുപത്രികളിലെ ആണെങ്കിലും മറ്റ് ആശുപത്രികളിലെ ആണെങ്കിലും എല്ലാ ആശുപത്രികളിലെയും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം സർക്കാർ നൽകുകയുണ്ടായി. അതിനായി പോലീസിന്റെ ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കും, അതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കും, എല്ലാ ആശുപത്രികളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. ഇത്തരത്തിലുള്ള ഉറപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ ആ ഉറപ്പിൽ ഒന്നുപോലും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഈ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നിയമിച്ചിട്ടില്ല, പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു. വലിയ ആശങ്കയിലാണ് സംസ്ഥാനത്തെ ഈ ആരോഗ്യ പ്രവർത്തകർ ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, വലിയ രീതിയിൽ ഒരു കാട് പിടിച്ച ഒരു അവസ്ഥയിലാണ് ആ ഹോസ്റ്റലുള്ളത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടേക്ക് ഈ PG ഡോക്ടർമാർ ഉൾപ്പെടെ അവിടേക്ക് പോകുന്നത്, ഏറെ വൈകി അതിലൂടെ യാത്ര ചെയ്യുന്നത് അവരെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്നവരും മറ്റ് യാചകരും ഒക്കെ തമ്പടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രദേശം ഉൾപ്പെടെ. ഇവിടെ 8 മാസം മുൻപ് ഒരു വനിതാ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന വേളയിൽ ഇവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിലും പല ആശുപത്രികളിലും ഈ പല ഡോക്ടർമാർക്കും ഏറെ വൈകി ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവർക്കൊന്ന് വിശ്രമിക്കാനുള്ള
പോലും ഇല്ലാത്തൊരു സാഹചര്യം. പലരും കാറിലേക്കൊക്കെ എത്തി കാറിലിരുന്ന് കുറച്ച് സമയം വിശ്രമിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെയാണ് നിലനിൽക്കുന്നത്. അതൊക്കെയാണ് ഈ വനിതാ ഡോക്ടർമാർ നമ്മളോട് പറയുന്ന കാര്യം. അവർക്ക് എല്ലാ തരത്തിലും സുരക്ഷ ഉറപ്പാക്കുമെന്ന് പറയുന്ന സർക്കാർ അതിൽ യാതൊരു കാര്യങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അത്തരത്തിലുള്ള ചില ഇടങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട 1 or 2 ഇടങ്ങളിലല്ലാതെ ഈ CCTV ക്യാമറകൾ മറ്റെവിടെയും സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇടവഴികൾ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴികൾ അവിടെ ഒന്നും തന്നെ CCTV ക്യാമറകളില്ല. ഈ സാധാരണ മറ്റ് ആശുപത്രികൾ, ഈ ജനറൽ ഹോസ്പിറ്റലുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇവിടെയെല്ലാം തന്നെ വനിതാ ജീവനക്കാർക്ക് കൃത്യമായി സുരക്ഷ ഏർപ്പെടുത്തും, CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. അതിൽ ഒന്നുപോലും പാലിക്കപ്പെടാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ ഒരു അപകടം സംഭവിച്ച് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷം ആ ഒരു സമയത്ത് കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് പറയും, എല്ലാ സുരക്ഷയും ഒരുക്കും എന്ന് പറയും. പക്ഷെ അത് സംഭവിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളിലേക്കോ ചർച്ചകളിലേക്കോ ഒന്നും തന്നെ സർക്കാർ കടക്കുന്നില്ല. മറ്റെല്ലാ വിഷയങ്ങളും പോലെ ഇതും മറന്നുപോകുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. മാത്രമല്ല ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വന്നതും ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഈ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. മാത്രമല്ല ഈ വനിതാ ജീവനക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്നുള്ളതും കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കഴിഞ്ഞ കുറെ നാളുകളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പോലീസ് സംവിധാനമൊക്കെ ഏറ്റവും ശക്തമായത് മറ്റ് ജില്ലകളെക്കാൾ തിരുവനന്തപുരത്താണ്. അവിടെയാണ് ഈ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും ജനറൽ ആശുപത്രിയിലാണെങ്കിലും നെയ്യാറ്റിൻകര ആശുപത്രിയിലാണെങ്കിലും പേരൂർക്കടയിൽ ഇവിടെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ആരോഗ്യ പ്രവർത്തകർക്കില്ല. ഈ രാത്രി ഏറെ വൈകി വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ കുറവുണ്ട് ഇപ്പോൾ നിലവിൽ. അതുകൊണ്ട് ഈ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ തന്നെ, ഈ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെ മണിക്കൂറുകളോളം രാത്രി തുടർച്ചയായി ജോലി ചെയ്യേണ്ട സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടേക്കൊക്കെ ഈ പലരും എത്തുമ്പോൾ ഈ ലഹരി ഉപയോഗിച്ചവരൊക്കെ തന്നെ ചികിത്സ തേടി എത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ആക്രമണത്തിനൊക്കെ ഇരയാകേണ്ടി വരുന്നവർ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു സഹായത്തിനായി അവിടെ പോലീസ് ഔട്ട് പോസ്റ്റോ പോലീസുകാരെയോ ഉദ്യോഗസ്ഥരെയോ ഒന്നും തന്നെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ഏതായാലും ഈ ഒരു ബംഗാളിലെ സംഭവത്തിന് പിന്നാലെ ഈ സംസ്ഥാനത്തെ നഴ്സുമാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും അവർ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരി, രശ്മി കാർത്തിക, ഡോക്ടർമാർക്കല്ലേ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് നൽകിയ ഉറപ്പുകൾ പാഴ്വാക്കായിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഗൗതമിലേക്ക് പോയി കഴിഞ്ഞാൽ, ഗൗതം, ഈ ഗവർണറുടെ നീക്കം എത്ര നിർണായകമാണ്? ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള നടപടി അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല. ആവശ്യത്തിന്, അതായത് കോടതിക്ക് പോലും ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നും സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നും പകരം സംവിധാനം ഉണ്ടാക്കണമെന്നുമുള്ള കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ആ സാഹചര്യം കോടതിയെ ഭാവിയിലെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടി വരും. നമ്മൾ പല സംഭവങ്ങൾ കണ്ടതാണ്. പിരിച്ചുവിട്ട സർക്കാരുകളെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള വിധികൾ ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഈ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു റാലി നടത്തുകയാണ്. അതിന് നടപടിയെടുക്കുകയോ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം റാലി നടത്തി അത് ആൾക്കാരെ കളിയാക്കുന്നത് പോലെ ആയിപ്പോയി. ആ റാലിയൊക്കെ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് അത്ര റാലി. ആർക്കെതിരെ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എന്തിനെതിരെ അല്ലെങ്കിൽ എന്ത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്? ഈ സുരക്ഷ ഒരുക്കേണ്ട സർക്കാരുകൾ തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നേരെ തന്നെ പ്രതിഷേധിക്കുന്നത് പോലെയാണ് പുറത്തു നോക്കുമ്പോൾ. അതാണല്ലോ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി മമതാ ബാനർജിക്കെതിരെ, ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മമതാ ബാനർജി റാലി നടത്തി എന്നുള്ള മറ്റുള്ള വിമർശനം പോയത്. ഗൗതം, എത്രത്തോളമുണ്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള സാധ്യത? അത്തരത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രതിഫല ശരിക്കും പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഇതിന് മുൻപ് തന്നെ സംജാതമായി കഴിഞ്ഞതാണ്. അതായത് ഇത് ആദ്യത്തെ സംഭവമല്ല, തുടർച്ചയായി അവിടെ അക്രമങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത്
ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ജമ്മു കശ്മീരും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും പോലും ശാന്തമായി കഴിഞ്ഞു. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ ശാന്തമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബംഗാൾ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഒരു അപമാനമായിട്ട് നിൽക്കുകയാണ്. വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, സന്ദേശ് ഗാലിയൊക്കെ നമ്മൾ ആ ദ്വീപിൽ പോയി അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങൾ, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ പല പ്രാദേശിക നേതാക്കന്മാരും നമ്പർ 1 ക്രിമിനലുകളായി മാറി അവർ ഗ്രാമീണ മേഖലകളിൽ നടത്തുന്ന അതിക്രമങ്ങൾ. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സർക്കാരിനെ പിരിച്ചുവിടേണ്ട സമയം ഇതിനകം തന്നെ കഴിഞ്ഞു എന്ന വിമർശനം സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ ശക്തമാണ്. പക്ഷേ BJP മുന്നോട്ട് വെക്കുന്നൊരു നിലപാട് പലപ്പോഴും പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മൾ കോൺഗ്രസ്സുകാരല്ല, കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുമ്പോൾ 100-ലധികം സർക്കാരുകളെ നമ്മുടെ രാജ്യത്ത് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ഈ കാണുന്നത് പോലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ. അതായത് കോൺഗ്രസിന് ഭരണം ലഭിച്ചില്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ ആരും ഭരിക്കേണ്ട, അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സർക്കാരുകളെ പിരിച്ചുവിടുക. അതിനാൽ BJP പലപ്പോഴും കോൺഗ്രസിന്റെ ആ ഒരു സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്ന നടപടിയെ ശക്തമായി വിമർശിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഈ കോൺഗ്രസിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട കാര്യങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗാൾ സർക്കാരിനെതിരെ കടുത്ത നടപടി എടുക്കുവാൻ കേന്ദ്രം ഇപ്പോൾ തയ്യാറാകാത്തത്. കാരണം ജനാധിപത്യ രീതിയിൽ വന്ന ഒരു സർക്കാർ എന്ന നിലയിൽ അതവിടെ നിൽക്കട്ടെ എന്ന നിലയിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം മമതാ സർക്കാർ അവിടെ അധികാരത്തിൽ തുടരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ വളരെ രൂക്ഷമാവുകയാണ്. അതിനാലാണ് ഇപ്പോൾ CV ആനന്ദബോസ്, പശ്ചിമ ബംഗാളിന്റെ ഗവർണർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. മാത്രമല്ല കോടതിയുടെ ഭാഗത്ത് നിന്നും ബംഗാൾ സർക്കാരിന് കനത്ത തിരിച്ചടി കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ബംഗാളിലെ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി വിഷയങ്ങളാണെങ്കിലും അവിടെ അധ്യാപകരെ നിയമിച്ച കേസുകളാണെങ്കിലും ഇതിലെല്ലാം സംസ്ഥാന സർക്കാരിനെതിരാണ് കോടതി വിധികളെല്ലാം. ഇപ്പോൾ ഈ യുവ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലും കോടതിയുടെ തീരുമാനങ്ങൾ മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറുന്ന ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ടായിരുന്നു. കാരണം പശ്ചിമ ബംഗാൾ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന വിമർശനം വിവിധ കോണുകളിൽ ശക്തമാകുമ്പോഴാണ് CBIക്ക് ഈ കേസ് കൊൽക്കത്ത ഹൈക്കോടതി തന്നെ കൈമാറുന്നത്. ഒപ്പം ഇന്നലെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഇടപെടൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷനായ ബെഞ്ച് തന്നെ നടത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ 10:30 ഈ നിർണായകമായ കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നു. അപ്പോൾ സംസ്ഥാനത്തെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും വഷളാകുന്നുവെന്ന കൃത്യമായ ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട്. രാജ്യത്തെ നീതിപീഠങ്ങൾ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഈ ഉയരുന്ന വിമർശനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടാതിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഭരണകാലത്ത് നമ്മുടെ രാജ്യത്ത് 100-ലധികം സംസ്ഥാന സർക്കാരുകളെ കോൺഗ്രസ് പിരിച്ചുവിട്ടിരുന്നു. അത് ജനാധിപത്യ വിരുദ്ധമായ നയമാണ് എന്നാണ് BJP പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബംഗാളിൽ ഇങ്ങനെ ഒരു സർക്കാർ ഇപ്പോഴും തുടരുന്നത്. പ്രദീപ് പിള്ള. ശരി ഗൗതം, ഇതിന്റെ മറ്റ് ഡെവലപ്മെന്റ്സ് അപ്ഡേറ്റുകളുമായി വീണ്ടും എത്തും ഗൗതമും ഡൽഹി ടീമും. നമുക്ക് സംസ്ഥാനത്തെ മറ്റൊരു വാർത്തയിൽ ധാരാളം പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വാർത്തകളും ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പുകൾ മാത്രമാണ് ബാക്കി എന്നുള്ള മറ്റുള്ള സന്ദീപ് വരുന്നുണ്ട്. അതുപോലെ കുറുപ്പ് സാറ് പറയുന്നുണ്ട് ഉറപ്പുകളുടെ സ്ത്രീ സുരക്ഷ, തുല്യത, രാത്രി നടപ്പ്, ഷീറ്റ് ടാക്സ്, സ്ത്രീ സ്വാതന്ത്ര്യം, അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങളും തള്ളുകളുമൊക്കെയാണ് ഈ സർക്കാർ ദിവസവും പറയുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും സ്ത്രീകളുടെ സുരക്ഷ അപകടത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വാർത്തയിലേക്ക് പോവാം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം ഇനി ആ വാക്കുകൾ സർക്കാർ പാലിക്കുമെന്ന് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏതായാലും ബാങ്കേഴ്സ് സമിതി യോഗമാണ്. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് ഇന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നുണ്ട്. കാർഷിക വായ്പകളും അല്ലാതെയുള്ള വായ്പകളുടെ തിരിച്ചടവിനുമൊക്കെയാണ് മൊറട്ടോറിയം ഉണ്ടാവുക. വായ്പകൾ എഴുതി തള്ളണമെന്ന ആവശ്യവും ശക്തമാണ്. രശ്മി തന്നെയാണ് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. രശ്മി, ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ വായ്പകൾ എഴുതി തള്ളണമെന്നുള്ളതാണ്. പക്ഷേ ആ മേഖലയിൽ ഒന്നാകെ ഉള്ള വായ്പകൾ, അതിൻ്റെ കണക്കുകൾ എടുത്ത ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ ബാങ്കേഴ്സ് സമിതിക്ക് കടക്കാൻ കഴിയുക. എങ്കിലും സജീവമായി മൊറട്ടോറിയം തന്നെയാണ് പരിഗണനയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ അവരുടെ ആലോചനയിൽ ഉണ്ടാകും?
വീണ, ഇന്ന് സംസ്ഥാനതല ബാങ്ക് സമിതി യോഗം ചേരുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ്. രാവിലെ 10:30-ക്കാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിലാണ് യോഗം ചേരുക. ഉന്നത ബാങ്ക് അധികാരികളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ ദുരിതബാധിതരുടെ വായ്പകൾ അത് സംബന്ധിച്ച് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ചായിരിക്കും യോഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഈ ദുരിതബാധിതരായവരുടെ വായ്പകൾ, അവരുടെ ആ ഒരു വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം പരക്കെ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് ചർച്ചയാവുക. ഈ പ്രധാനമായും അവരോട് ഒരു മാനുഷിക പരിഗണന കാണിക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ തന്നെ വ്യാപകമായി ഉയർന്നിരുന്നൊരു സാഹചര്യമുണ്ട്. കൃത്യമായി ഇതിന്റെ കണക്ക് ഉൾപ്പെടെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അടുത്തിടെ ഈ അക്കൗണ്ടുകളിൽ നിന്ന് EMI പിടിച്ച ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും കൃത്യമായി ഇതിന്റെ കണക്കെടുത്തതിന് ശേഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാകുമോ അല്ലെങ്കിൽ കാർഷിക വായ്പകൾ ഉൾപ്പെടെ എഴുതി തള്ളാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ 10:30-ക്കാണ് യോഗം ആരംഭിക്കുക. വീണ, വയനാട്ടിലേക്ക് തന്നെ പോകാം അല്ലേ? വയനാട്ടിൽ ഐസൻ ജോസ് ഉണ്ട് വയനാട്ടിൽ. അതായത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ചാണ് ഇന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പുകൾ തുടരുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. താൽക്കാലിക പ്രതിനിധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ, പുനരധിവാസത്തിനുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ തയ്യാറാകുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന അറിയിപ്പ്. ഐസൻ ജോസ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ഐസൻ ജോസ്, നമസ്തേ. നിർണായകമായ ഒരു ദിനം. അവിടെ നിൽക്കുമ്പോഴേ നമ്മൾ ഈ പറഞ്ഞു കേട്ടാലും വായിച്ചാലും അറിയാത്ത അത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. തിരച്ചിൽ എന്ന് പറയുന്നത് പോലും എത്ര ദുർഘടമാണ്, എവിടെ തിരയും എങ്ങനെ തിരയും എന്നുള്ളത് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് പലപ്പോഴും ദുരന്തമുണ്ടാകുമ്പോൾ ആശ്വാസവുമായി എത്തുന്നു, ഉറപ്പുകൾ നൽകുന്നു, പുനരധിവാസ ക്യാമ്പുകൾ തുടങ്ങുന്നു. പക്ഷേ വീടുകളിൽ കഴിഞ്ഞിരുന്നവർ എത്ര നാൾ ഇങ്ങനെ സ്കൂളുകൾ പോലെയുള്ള ക്യാമ്പുകളിൽ കഴിയും? നമ്മളിവിടെ തിരുവനന്തപുരത്ത് തീരപ്രദേശത്തും കണ്ടതാണ്. മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ക്യാമ്പിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ. അതുപോലെ തന്നെ ഇവരെ ഇപ്പോൾ വന്നിരിക്കുന്ന നിർദ്ദേശം ഇവരെ വീടുകളിലേക്ക്, വാടക വീടുകളിലേക്കും മറ്റുമായി താൽക്കാലിക പുനരധിവാസത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ ആലോചനകളാണ് നടക്കുന്നത്. ഐസൻ, ഇതൊക്കെ എത്ര പ്രായോഗികമാണ്? ഇത്രയും പേരെ പാർപ്പിക്കാനുള്ള വീടുകൾ വാടകയ്ക്ക് ലഭ്യമാണോ? മറ്റെന്തെങ്കിലും ചിന്ത, മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും പ്രദീപ്, ഈ വാടകയ്ക്ക് താമസിപ്പിക്കുക എന്നത് ഇപ്പോഴും ഒരു വലിയ പ്രശ്നമായി തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും മുന്നിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്ഥാപനങ്ങളുടെ ആ ഒരു അന്വേഷണത്തിലൂടെയാണ് ഇത്തരത്തിൽ വാടകയ്ക്കുള്ള വീടുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ആ പ്രദേശങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് 10 ക്ലാസ്സിലും 12 ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ആ വീടുകൾക്കാണ് പ്രാഥമിക പരിഗണന ആ പ്രദേശത്ത് തന്നെയുള്ള വീടുകൾക്കായി നൽകുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങളും എല്ലാം തന്നെ ചേർത്ത് 200-ലേറെ കെട്ടിടങ്ങൾ ഈ താമസയോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ താമസയോഗ്യമാക്കിയ കെട്ടിടങ്ങളിലേക്ക് കുറച്ചു പേരെയെങ്കിലും മാറ്റാൻ സാധിക്കും. അതിൽ ചില ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്യുന്നത്, ഇത്തരത്തിൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിനടുത്തുള്ള, ആ പ്രദേശത്ത് തന്നെ പഠിക്കുന്ന സ്കൂളിനടുത്തുള്ള വീടുകളിലേക്ക് മാറ്റുക. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാമാണ് നടക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അപകടാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നാണ് ഒരു പ്രാഥമികമായ കണക്ക്. ഇതിൽ പലരും അവരുടെ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ അനുബന്ധമായ സംവിധാനങ്ങളിലും താമസമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വമേധയാ വാടകയ്ക്ക് വീട് കണ്ടെത്തിയവരുണ്ട്. അത് മാറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന്, അതായത് നമുക്കിപ്പോൾ അറിയാവുന്നതാണ്, ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്ക് കുറെ ദൂരെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലാത്തവർ അത്തരത്തിൽ മാറിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അവിടെ തന്നെ താമസിക്കേണ്ട, അവിടെ ജോലിയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ആ പ്രദേശത്ത് തന്നെ ഉള്ളവർ ഏത് രീതിയിലാണ് അവിടെ പുനരധിവസിപ്പിക്കേണ്ടത് എന്ന് സംബന്ധിച്ച ഒരു അന്വേഷണമാണ് നടക്കുന്നത്. മാത്രമല്ല, ആ പ്രദേശത്തെ പല വീടുകളും തകർന്നുപോയ വീടുകളുണ്ട്, അതുപോലെ തന്നെ അപകടാവസ്ഥയിലായ വീടുകളുണ്ട്. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു പ്രധാന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുനരധിവാസം വലിയൊരു പ്രശ്നമായി തന്നെ മാറുമെന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് കാര്യമായ അന്വേഷണം വീടുകൾ കണ്ടെത്തുന്നതിന് നടത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അതിനുള്ള കുറേയൊക്കെ വീടുകൾ കണ്ടെത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണെങ്കിൽ കൂടി എല്ലാവർക്കും സുരക്ഷിതമായൊരു താമസം ഒരുക്കുന്നത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന പ്രശ്നം നമുക്കറിയാവുന്നതാണ്, വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ അവസ്ഥ. വെള്ളാർമല സ്കൂൾ പല ബിൽഡിങ്ങുകളും, അതായത് സ്കൂളിന്റെ പല കെട്ടിടങ്ങളും അപകടാവസ്ഥയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം
ഈ കെട്ടിടങ്ങളുടെ അടിയിൽ, അതായത് പൈലിംഗ് ഒക്കെ ഒലിച്ചുപോയ രീതിയിൽ പല കെട്ടിടങ്ങളും നിൽക്കുന്നുണ്ട്. അവയൊക്കെ പൊളിച്ചു മാറ്റുകയല്ലാതെ നിലവിലെ സാഹചര്യത്തിൽ യാതൊന്നും സാധ്യമല്ല. അത് 2018 പണിത ബിൽഡിങ്ങുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയതിന് ശേഷം മറ്റ് കെട്ടിടങ്ങളുടെ സുരക്ഷ കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫിറ്റ്നസ് ലഭ്യമാവുകയുള്ളൂ. അത്തരത്തിലൊരു ഫിറ്റ്നസ് ലഭ്യമായതിന് ശേഷമേ ഈ സ്കൂളുകളൊക്കെ അവിടെ പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മാസത്തോളം സമയമെടുക്കും വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക് പഠനം ഉറപ്പാക്കുന്നതിന് എന്ന മറ്റൊരു പ്രതിസന്ധിയും അവിടെ നിലനിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ കുട്ടികളെ ഏത് രീതിയിൽ ഈ സിലബസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി എവിടേക്ക് മാറ്റും, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനം എങ്ങനെ പുരോഗമിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം അതിനുള്ള സംവിധാനം ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇത് ആ പ്രദേശത്ത്, അതായത് വെള്ളാർമല സ്കൂളിന്റെ പ്രദേശത്തുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളോ ഒക്കെ പ്രയോജനപ്പെടുത്താമെന്നാണ് പ്രാഥമികമായി അന്വേഷിക്കുന്നതെങ്കിലും ഇതൊരു വലിയൊരു സ്കൂളാണ്, നിറയെ കുട്ടികളുള്ളൊരു സ്കൂളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മറ്റൊരു കെട്ടിടം കണ്ടെത്തുക ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ താൽക്കാലികമായി ഡിപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ വിവിധ സ്കൂളുകളിലേക്ക് മാറ്റുന്ന ഒരു സാങ്കേതികമായ രീതി ഫോളോ ചെയ്യണം എന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദയവായി തുടരുക. കാര്യം നമുക്ക് ഐസൻ തന്നെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഉടനെ കാണാം. അതിനുശേഷം റാപ്പിഡ് ന്യൂസിനുള്ള സമയവും അടുത്തു വരുന്നു. വെള്ളാർമലയിൽ ഹൈസ്കൂൾ ക്ലാസുകൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത അധ്യാപകനാണ് വിൽസൺ മാഷ്. 1981 ഹൈസ്കൂൾ ആരംഭിച്ചപ്പോൾ അധ്യാപകനായും പിന്നീട് പ്രഥമ അധ്യാപകനായും പ്രവർത്തിച്ചു. ഹൃദയം പറിച്ചെടുത്ത വേദനയോടെയാണ് ആ ഗുരുനാഥൻ വെള്ളാർമല സ്കൂളിൽ ഇന്നലെ എത്തിയത്. നീറുന്ന ഓർമ്മകളുമായി കുറേ മനുഷ്യർ വെള്ളാർമല സ്കൂളിലെത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറെ വേദനയോടെ ഇവിടെ സന്ദർശിച്ച ഒരു മനുഷ്യനുണ്ട്. ഇവിടുത്തെ പ്രഥമാധ്യാപകനായിരുന്നു ഈ സ്കൂളിന് തുടക്കം കുറിച്ച CD വിൽസൺ. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സ്കൂൾ ഉണ്ടാകാൻ തന്നെ കാരണം, ഹൈസ്കൂളിലേക്ക് മാറാനുള്ള കാരണം തന്നെ അദ്ദേഹമാണ്. മാഷെ, എന്തായിരുന്നു ആ സ്കൂൾ തുടങ്ങാനുള്ളൊരു പ്രചോദനം? അല്ലെങ്കിൽ മാഷ് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഈ സ്കൂൾ ഹൈസ്കൂളാക്കി മാറ്റുന്നതിനും അതിനൊക്കെ മുൻകൈ എടുക്കാനുള്ള ഒരു പ്രേരണ എന്തായിരുന്നു 81-ൽ? 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് തോക്കുകയോ ജയിക്കുകയോ ചെയ്താലും അധികം പേരും സ്കൂളിൽ പോകാൻ, മേൽപോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒന്ന് 13 കിലോമീറ്റർ അകലം, പിന്നെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന കൂലി, അതുകൊണ്ട് മതിയാകാതെ വരുന്ന ഒരു കാലമായിരുന്നു ഇവിടെ. വിദ്യാഭ്യാസമുള്ള രക്ഷിതാക്കൾ കുറവ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം. ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള മനുഷ്യരിവിടെ ഉണ്ടാവണം. അതിന് ഉപരിയായി മേലോട്ട് കഴിവുള്ളവർ പഠിക്കട്ടെ. അങ്ങനെ ഒരു സാംസ്കാരിക ജനത ഇവിടെ ഉണ്ടാകണം. അക്കൂട്ടത്തിൽ എൻ്റെ മക്കളും ദൂരെ പോകാതെ 10ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കണം എന്ന ആഗ്രഹമാണ് എന്നെ ഇവിടെ വന്നപ്പോൾ പ്രേരിപ്പിച്ചത്. അതിന് എന്നാൽ കഴിയുന്ന എല്ലാം ഞാൻ ചെയ്തു. ജനങ്ങളെ പങ്കെടുപ്പിച്ചു, പഞ്ചായത്തിനെ സമീപിച്ചു, ഫണ്ട് ശേഖരിച്ചു, ബിൽഡിംഗ് പണിതു, പൂർത്തിയായി. DD ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വരുത്തി സ്ഥലം കാണിച്ചു കൊടുത്തു. ഗവൺമെൻറ്റിലേക്ക് നിവേദനം കൊടുത്ത് സ്കൂളിന് അനുവാദം തന്നു. ഇത് ഇന്നിപ്പോൾ മാഷ് ഇവിടെ വന്നു, റിട്ടയർ ചെയ്തു. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് ഞാൻ പറയുന്നില്ല, മാഷ് നേരിട്ട് കണ്ടു. എന്താണിപ്പോൾ മാഷക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്? ഇനി എന്താണ് വേണ്ടത് ഇവിടെ? അത് നയപരമായ തീരുമാനങ്ങളാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സർക്കാരും കൂടി എടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഇന്ന് റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ പറഞ്ഞത്, കഴിയുമെങ്കിൽ ഈ സ്ഥാപനം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ജനങ്ങൾ ഭയന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും കുട്ടികളെ വിടാനും ഒക്കെ ഭയമാണ് എന്ന് പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ വക ഒരു 2 ഏക്കർ സ്ഥലം ഇവിടെ അടുത്തുണ്ട്. അത് ഏറ്റെടുത്ത്. അത് എവിടെയാണ് ഈ 2 ഏക്കർ സ്ഥലം? ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. അത് പരിശോധിച്ച് പഠിച്ച ശേഷം, ഇപ്പോൾ ജോൺ മത്തായിയുടെ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ കേട്ടത്, പുഞ്ചിരിമട്ടം ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ജനവാസയോഗ്യമാണെന്നാണ് ഇനി അറിവ്. 25-ാം തീയതി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിക്കും. അപ്പോൾ അത് മടക്കി വെക്കാതെ ഉചിതമായ തീരുമാനങ്ങൾ വേഗമെടുത്ത് തൽക്കാലം എവിടെയെങ്കിലും സ്കൂളിൽ ചേർക്കുന്നവരെ തിരിച്ച് വെള്ളാർമല തന്നെ കൊണ്ടുവന്ന് ഒരു 10 കൊല്ലം വേണ്ട, ഒരു 6-7 കൊല്ലം കൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക ഞെരുക്കവും എല്ലാം മാറ്റി അടുത്ത തലമുറ, മരിച്ചവരെ ഏതായാലും ജീവനോട് ഇനി തിരിച്ച് കിട്ടില്ല, ശേഷിക്കുന്നവർക്ക് ഇപ്പോഴത്തെ ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട്. തീർച്ചയായും. ഈ കുട്ടികളെയൊക്കെ കണ്ടോ മാഷെ? ഈ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ട കുട്ടികളെ വല്ലവരും കണ്ടോ? ഞാൻ പിറ്റേന്ന് കണ്ടു. ഞാൻ പലരുമായിട്ടും സംസാരിച്ചു. വിംസ് ഹോസ്പിറ്റലിൽ പോയി അനീഷ് എന്ന് പറയുന്ന അവൻ്റെ നേരിട്ട് കുറേ നേരം സംസാരിച്ചു. ഒരു സംവിധായകനാണത് കേൾക്കുന്നതെങ്കിൽ അവൻ്റെ ആ അവസ്ഥ സിനിമയാക്കും.
എന്താന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നീ വെള്ളം നിന്നെ താഴോട്ട് കൊണ്ടുവരികയായിരുന്നു ഒറ്റയടിക്ക്? അല്ല, ഒരു തൊട്ടിലിൽ താട്ടുന്ന പോലെ അങ്ങോട്ടും ഇട്ട് തട്ടി മുണ്ടക്കൈ സ്കൂളിനടുത്ത് എത്തിയപ്പോൾ ഒരു മരത്തിൽ തൂങ്ങിക്കിടന്ന വള്ളിയെ പിടിച്ച് തൂങ്ങി. അങ്ങനെ കാലിനും ശരീരത്തിനും ഒക്കെ പരിക്കേറ്റെങ്കിലും ഒരു വീതം കരയിലേക്കെത്തി. അപ്പോൾ റാട്ടയുടെ മുകളിൽ നിന്നും കുറച്ച് ജനങ്ങൾ വന്ന് അവരാരും അങ്ങോട്ട് അടുത്തില്ല. നേരം വെളുത്താണ് അവനെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ അവൻ്റെ നട്ടലിന് പരിക്കൊണ്ട്, കുറ്റി കൊണ്ടു കയറിയത് ഊരിക്കളഞ്ഞു, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, പ്രധാനമന്ത്രി അടുത്തെന്ന് ആശ്വസിപ്പിച്ചു. ഇതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, പക്ഷേ എൻ്റെ മകൻ പപ്പേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഞാൻ ഏറ്റവും അവസാനം കേൾക്കുന്നത്. അത് എൻ്റെ ഹൃദയത്തെയും ബാധിച്ചു പോയി. എനിക്കുണ്ടല്ലോ 2 മക്കൾ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. വേദനയുടെ നിമിഷങ്ങളാണ് ഇവർക്കെല്ലാം ഈ ഉരുൾപൊട്ടൽ നൽകിയത്. എങ്കിലും തിരിച്ചു വരാൻ ശക്തി നൽകട്ടെ എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ഐസൺ ജോസ്, ജനം, വയനാട്. ഡൽഹിയിലേക്കാണ് ഒരിക്കൽ കൂടി രാഷ്ട്രീയ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അവിടെ ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ചമ്പൈ സോറൻ ഉടൻ BJP-യിലേക്ക് എന്ന സൂചന. വസതിക്ക് മുകളിൽ നിന്ന് JMM പതാക അഴിച്ചു മാറ്റിക്കഴിഞ്ഞു ചമ്പൈ സോറൻ. JMM-ന് നിന്ന് ഒരുപാട് അപമാനം സഹിച്ചെന്നും ചമ്പൈ സോറൻ പറയുന്നു. ഗൗതം അനന്തനാരായണൻ, ചമ്പൈ സോറൻ BJP-യിലേക്ക് എന്നുള്ള സൂചന വന്നു തുടങ്ങിയിട്ട് 1-2 ദിവസമായി. ഇപ്പോൾ ഒടുവിലിത പ്രതീകാത്മകമായി JMM-ന്റെ പതാകയും താഴ്ത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം? ഗൗതമിലേക്ക് നമുക്ക് വരാം. ഗൗതമിനെ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതെ, ഈ ചമ്പൈ സോറൻ ഈ വാർത്ത ഇങ്ങനെ ഏറിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയി. പാർട്ടിയിൽ നിന്ന് തുടർച്ചയായ അവഗണന നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചമ്പൈ സോറൻ പാർട്ടി പതാക അഴിച്ചു മാറ്റിയതും. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ ഇതിൽ? പ്രദീപിള്ള, ചമ്പൈ സോറൻ ഇടഞ്ഞു തന്നെ നിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുനയിപ്പിക്കുവാനുള്ള ശ്രമമൊക്കെ JMM-ൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചില പ്രതികരണം നടത്തിയിരുന്നു. താൻ അപമാനം അതിൻ്റെ ഏറ്റവും ഉന്നത തലത്തിൽ സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ തോതിലുള്ള അപമാനമാണ് കഴിഞ്ഞ കുറേ നാളുകളായി തനിക്ക് JMM-നകത്ത് നേരിടേണ്ടി വന്നത് എന്ന വിമർശനം ഇന്നലെ സ്വന്തം പാർട്ടിക്ക് നേരെ ചമ്പൈ സോറൻ ഉന്നയിച്ചു. ഇദ്ദേഹം കുറച്ച് സമയം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം അടുത്തിടെയാണ്. അതായത് ഇപ്പോഴത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വിവിധ അഴിമതി കേസുകളിൽ ജയിലിൽ പോയ പശ്ചാത്തലത്തിൽ ആ ഒരു ഇടവേളയിൽ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചമ്പൈ സോറൻ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ JMM-ലെ ഒരു വിഭാഗവുമായി, പ്രത്യേകിച്ച് ഹേമന്ത് സോറന്റെ പത്നി ഉൾപ്പെടെ ഉള്ളവരുമായി ചമ്പൈ സോറൻ മികച്ച ബന്ധത്തിലായിരുന്നില്ല. വലിയ ഭിന്നതകൾ അവർക്കിടയിൽ രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജാമ്യത്തിൽ ജയിലിന് പുറത്തേക്കെത്തി ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതോടുകൂടി ആ ഒരു സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇതേ തുടർന്നാണ് 6 ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ MLA-മാരുമായി കഴിഞ്ഞ ദിവസം ചമ്പൈ സോറൻ ഡൽഹിയിൽ എത്തിയത്. മാത്രമല്ല അദ്ദേഹം തൻ്റെ ഔദ്യോഗിക വസതിയുടെ മുകളിലുണ്ടായിരുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ പതാക ഉൾപ്പെടെ അഴിച്ചു മാറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെയാണ് ഇന്നലെ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ വിമർശിച്ചുകൊണ്ടും ചമ്പൈ സോറൻ രംഗത്ത് വന്നത്. ഏതാനും മാസങ്ങൾക്കകം തന്നെ ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലുമാണ് ഇനിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ചമ്പൈ സോറൻ ഇപ്പോൾ സ്വന്തം പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഇദ്ദേഹം BJP ക്യാമ്പുമായി അടുക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള സൂചന ലഭിക്കുന്നുണ്ട്. ചമ്പൈ സോറൻ നേരിട്ട് അത്തരം പ്രതികരണം നടത്തുന്നില്ല എങ്കിൽ പോലും BJP-യിലേക്ക് ഇദ്ദേഹം എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് മധ്യേ കൊൽക്കത്തയിൽ വിമാനമിറങ്ങിയ ചമ്പൈ സോറൻ പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവും BJP നേതാവുമായ സുവേന്ദു അധികാരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചില നിർണായകമായ ചർച്ചകൾ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ അന്ന് നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് ഈ 6 JMM MLA-മാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലേക്കും എത്തിയത്. ശരി, ഗൗതം ആണ് ഈ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ചമ്പൈ സോറൻ തുറന്നു പറഞ്ഞിട്ടില്ല, പരസ്യ പ്രസ്താവന നടത്തിയിട്ടില്ല, പക്ഷെ പ്രതീകാത്മകമായ ഒരു സന്ദേശം നൽകി. സ്വന്തം വീട്ടിന് മുകളിലുള്ള JMM-ന്റെ പതാക അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. അതും തെരഞ്ഞെടുപ്പ് അടുത്തൊരു നിർണായക ഘട്ടത്തിൽ. വീണ്ടും സംസ്ഥാനത്തേക്ക് നമ്മൾ വന്നാൽ നമുക്ക് മുന്നറിയിപ്പുകളുണ്ട്. അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട്.
മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രശ്മി കാർത്തിക തുടരുകയാണ് നമ്മോടൊപ്പം. രശ്മി, അപ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ കാലാവസ്ഥ രാവിലെ എങ്ങനെയാണ്? മഴ തുടങ്ങിയോ? നമുക്ക് ഏറ്റവും പ്രധാനം അറിയേണ്ടത് ഈ മുന്നൊരുക്കങ്ങൾ, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? വീണ, 21-ാം തീയതി വരെ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകൾക്കാണ് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെ ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ നാളെ മഴ കനക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് നാളെ യെല്ലോ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ മുന്നറിയിപ്പില്ല. പക്ഷെ എങ്കിൽ പോലും തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ രാവിലെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടി മഴയ്ക്ക് സാധ്യതയുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. 10 മണിക്ക് വീണ്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കിയ മുന്നറിയിപ്പ് നൽകും. ഏതായാലും സംസ്ഥാന വ്യാപകമായി വരുന്ന 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്നവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. ചില മേഖലകളിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം എന്നുള്ളതും മുന്നറിയിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുതലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവിടെ കഴിഞ്ഞ 3 ദിവസമായി ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മുതലപ്പുഴയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അവിടെ ഈ കോസ്റ്റ് ഗാർഡിന്റെയോ പോലീസിന്റെയോ തിരച്ചിൽ പോലും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നടത്താനാകില്ല എന്നുള്ളതാണ്, കൂടുതൽ ശക്തമായി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അവിടെ ഉൾപ്പെടെ ഈ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അവിടെയും ഈ വാഗ്ദാനങ്ങൾ സർക്കാർ നൽകുന്നതല്ലാതെ അതിലൊന്നുപോലും പാലിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മീൻപിടുത്ത തൊഴിലാളികൾ കടലിൽ പോകുന്ന സമയത്ത് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിലുള്ളവരും അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണം. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ, മലയോര മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നൊരു കാര്യം. വീണ, ശരി, എന്തായാലും ഓരോ മണിക്കൂറിലും ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. കാരണം ഒരു വലിയ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇനിയും നമ്മളാരും മോചിതരായിട്ടില്ല. മുമ്പൊക്കെ നമ്മൾ കനത്ത മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ ആ കാലം ഓർക്കുകയാണ്. പക്ഷേ നമുക്ക് ആ പ്രളയത്തിന് ശേഷം ഇങ്ങോട്ട് ഓരോ മഴയും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ പശ്ചാത്തലത്തിലുമൊക്കെ ഓരോ മഴയും പേടി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മഴ ഉണ്ടാകുന്നതിന് മുൻപേ ഇതിന്റെ വാർത്തകളിലേക്ക് പോവുകയാണ്. ഉഷ്ണത്തിൽ ഇങ്ങനെ ഉരുകുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഒരു മഴ പെയ്തെങ്കിൽ, ഒരു നല്ല മഴ പെയ്തെങ്കിൽ, ഭൂമിയും തണുത്തെങ്കിൽ. ഇപ്പോൾ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ ആ മഴയുടെ തണുപ്പും മഴയുടെ കുളിർമയും വെള്ളത്തിനും അപ്പുറം ഒരു ഭയവും ഭീതിയും ഒക്കെയാണ് തോന്നുന്നത്. എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത്. ഇപ്പോൾ പോലും പല മലയോര പ്രദേശങ്ങളിലും അടക്കം പത്തനംതിട്ടയിൽ അടക്കം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ഈ യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകളുടെ ഒരു വിശദമായ ഒരു എക്സ്പ്ലെയിനർ കൂടി ഇന്ന് തീർച്ചയായിട്ടും എത്ര മണിക്കൂറുകൾ ഇടവിട്ടാണ് ഇത് വരുന്നത്, എവിടെ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്, എന്താണ് അതിന്റെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതെ, തീർച്ചയായിട്ടും. നമുക്ക് രസമുള്ളൊരു കാഴ്ചയിലേക്ക് കസബനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ പേര് തന്നെ അങ്ങനെ വന്നതാണ് തോന്നുന്നില്ലേ? കസബ സിനിമയിൽ നിന്നായിരിക്കണം, ഞാൻ ഊഹിക്കുന്നതാണ്. പള്ളുരുത്തി പോലീസിന് കാവലായി കസബനുണ്ട്. സ്റ്റേഷനിലെ പോലീസുകാരുടെ ചങ്കാണ് കസബൻ എന്ന നായ. കോവിഡ് കാലത്ത് ആരോ തെരുവിൽ ഉപേക്ഷിച്ചു പോയ നായയ്ക്ക് പോലീസുകാർ ഭക്ഷണവും പരിചരണവും നൽകിയപ്പോൾ അവൻ അവർക്ക് കാവലാളായി ഒപ്പം കൂടുകയായിരുന്നു. പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ സമയവും ഡ്യൂട്ടിയിലാണ് കസബൻ. കാക്കിയുടെ പ്രിയപ്പെട്ടവൻ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരുമായും വേഗത്തിൽ കൂട്ടുകൂടും. ഇപ്പോൾ 5 വയസ്സുള്ള നായയെ കോവിഡ് കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ സ്റ്റേഷനിലെ പോലീസുകാർ കണ്ടെത്തുകയായിരുന്നു. സ്റ്റേഷനിലെത്തിച്ച് ഭക്ഷണവും പരിചരണവും നൽകിയതോടെ കാക്കിക്കുള്ളിലെ കാരുണ്യത്തെ അവനും തിരിച്ചറിഞ്ഞു. പള്ളുരുത്തി സ്റ്റേഷൻ വിട്ട് ഒരുപാട് അകലേക്ക് എവിടെയും പിന്നീട് അവൻ പോയിട്ടില്ല. സ്റ്റേഷനിൽ എവിടെയും കയറിച്ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും കസബിനുണ്ട്. അന്നത്തെ ACP രവീന്ദ്രനാണ് നായക്ക് കസബൻ എന്ന പേരിട്ടത്. പോലീസ് ഡ്രൈവറായ രാജേഷും SI M മനോജും മുനീറും ഓഫീസർമാരായ ലാലുവും അനിതമോളുമെല്ലാം കസബനെ പരിചരിക്കാൻ മുന്നിലുണ്ട്. 2021 ജനുവരിയിലാണ് ഞാനിവിടെ വരുന്നത്. വരുമ്പോൾ ഞാനൊരു വൈകുന്നേരമാണ് ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. ആ സമയത്ത് സ്റ്റേഷൻ്റെ വാതിൽക്കൽ ഞാൻ ആദ്യം കാണുന്നത് നമ്മുടെ ഇവനെയാണ്. ഞാൻ ഓർക്കുന്നത് സ്റ്റേഷൻ പട്ടികളാണോ
ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പട്ടി വിവരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങോട്ട് രാത്രിയാണ് ഒരു 8 മണിയോടെയാണ് കയറി വരുന്നത്. അപ്പോഴത്തേക്ക് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ അന്നാണ് പട്ടി എന്നെ നോക്കി കുരയ്ക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ പട്ടിക്ക് മനസ്സിലായി ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്ന ആളാണെന്നും ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതിനു ശേഷം ഈ പട്ടി പിന്നെ ഞാൻ വരുമ്പോൾ എപ്പോഴും നമ്മളെ ഒന്നൊന്ന് വിഷ് ചെയ്തിട്ടേ പട്ടി പോകത്തുള്ളൂ. അതെന്തോ പോലീസിൻ്റെ കൂടെ കൂടിയോണ്ടാണെന്ന് അറിയത്തില്ല, ആ ഒരു വിഷ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. അപ്പം പിന്നെ അവന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസമൊക്കെ കൊടുക്കാണ്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവനെ ഞങ്ങൾ കസബൻ എന്നാണ് വിളിക്കുന്നത്, കസബ സ്റ്റേഷനാണിത്, അതിൽ തന്നെ കസബൻ എന്നാണ് അവനെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവനൊരു സ്റ്റേഷൻ പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. ഇപ്പം ഇവനെ കണ്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് വരുമ്പോഴത്തേക്ക്. 1-2 ദിവസം ഇവനോട് ഇല്ലാണ്ട് ഇവനെ ഓടിക്കളഞ്ഞു. ഇവനെ ആരോ അടിച്ചു, പുറത്താരോ അടിച്ചു എന്ന് പറഞ്ഞ് ഇവൻ വിട്ട് പൊക്കളഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വന്നാണ് ഇവനെ. ഇവന് സ്റ്റേഷൻ്റെ ഒരു കാവൽക്കാരനെ പോലെയാണ്, സ്റ്റേഷൻ്റെ കാവൽക്കാരനെ പോലെയാണ് ഇവൻ. സ്റ്റേഷനിലെത്തുന്നവർക്ക് കസബൻ പരിചിതനാണ്. രാത്രി വനിതാ പോലീസാണ് പുറത്ത് ഡ്യൂട്ടിക്കെങ്കിൽ മദ്യപരടക്കം ആരെയും സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. വനിതാ പോലീസിനൊരു ധൈര്യമാണ് ആരെയും കൂസാത്ത കസബൻ. എല്ലാവരോടും ഇണക്കും, പെട്ടെന്ന് ഇണങ്ങിയൊക്കെ ചെയ്യും. പെറ്റീഷൻകാർ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ അവര് നമ്മളോട് കയർത്തി ഇങ്ങനെ ഇച്ചിരി സൗണ്ട് ഉയർത്തി സംസാരിക്കണ അവൻ പെട്ടെന്ന് ചൂടാവും. ഇങ്ങോട്ട് വരുന്നവർ അവന് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാളും മുന്നേ തന്നെ അവനത് മനസ്സിലാകും എങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. സ്റ്റേഷനിലെത്തി അനാവശ്യമായി ബഹളം വയ്ക്കുന്നവരെ കസബൻ കുരച്ചു ചാടി അടക്കി നിർത്തും. ബഹളം തുടർന്നാൽ പിന്നെയൊരു മുരളലാണ്. ഇവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ സ്റ്റേഷൻ്റെ ഭാഗമാണെന്ന് കൃത്യമായി തിരിച്ചറിയുകയും നമ്മൾക്ക് എതിരായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ കുറച്ച് ബഹളം ഉണ്ടാക്കി ചെയ്യാറുണ്ട്. ബ്ലാക്കിയും സുന്ദരനുമാണ് കസബന്റെ കൂട്ടുകാർ. എന്നാൽ എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിലും ഇവരെ പോലും കസബൻ സ്റ്റേഷൻ പരിസരത്ത് അടുപ്പിക്കില്ല. നാട്ടുകാർക്കും സമീപത്തെ കച്ചവടക്കാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് കസബൻ. കസബനാണ് ഇവിടുത്തെ മെയിൻ താരം. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സ്റ്റേഷൻ മുഴുവൻ അവൻ നോക്കുള്ളൂ. കംപ്ലീറ്റ് റൂംസ് പറയും അവന്. രവീന്ദ്രനാഥ് സാറ് വന്നപ്പോഴത്തേക്കാണ് അവനെ കസബൻ എന്ന് പറഞ്ഞ പേരിട്ടത്. ACP, പഴയ ACP സാർ. ഫ്രണ്ട്സ് ഇതിങ്ങനെ രണ്ടുമുണ്ട്. ഇതിൻ്റെ പേര് ഒരുത്തൻ്റെ പേര് സുന്ദരൻ, ഒരുത്തൻ മറ്റേ ബ്ലാക്കി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കയറ്റുള്ളൂ. വേറെ ഒരു വാലുമുറിയാൻ പട്ടി ഉണ്ടാവും, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറപ്പിക്കുവാൻ. ഭക്ഷണപ്രിയനായ കസബൻ ചായ കുടിക്കാൻ പോകുന്ന പോലീസുകാർക്കൊപ്പം കൂടും. ഉച്ചയ്ക്ക് പ്രത്യേക മെനുവൊന്നുമില്ലെങ്കിലും രാത്രി ആരോഗ്യം നോക്കാതെ കഴിക്കും. പൊറോട്ടയും ചിക്കനും ഷവർമയും കുഴിമന്തിയും എല്ലാമായി വയറു നിറയ്ക്കും. ഷാമ്പു തേപ്പിച്ച് കുളിപ്പിക്കുന്നതും സമയാസമയങ്ങളിൽ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതുമെല്ലാം പോലീസുകാരാണ്. സമൂഹ മാധ്യമങ്ങളിലും വൈറലായ കസബന് ആരാധകരായി വലിയൊരു നിര തന്നെയുണ്ട്. പള്ളുരുത്തി പോലീസിന് കാവലാളായി കസബനുണ്ട്. സ്റ്റേഷനിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി. പോലീസുകാരുടെ മാത്രമല്ല, ഇവിടെ പരാതികളുമായി എത്തുന്ന ആളുകളുടെയും പ്രിയപ്പെട്ടവനാണ് ഈ കസബൻ. ക്യാമറാമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ജിജീഷാണ് കസബന്റെ കഥ. അതല്ല, കുഴിമന്തിയൊക്കെയാണ് അത്ര കഴിക്കുന്നത്. പൊറോട്ട, ചിക്കൻ, എന്തായാലും കൊള്ളാം. നമുക്കിനി നമ്മുടെ ഒരു സ്ഥിരം സെഗ്മെന്റിലേക്ക് ഒന്ന് പോയാലോ? എക്സ്പ്ലോറർ സെഗ്മെന്റ്. എക്സ്പ്ലോർ. ചന്ദനക്കാടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു യാത്ര നടത്തണമെങ്കിൽ ഇടുക്കിയിൽ തന്നെ എത്തണം. ഒരു ഗ്രാമമാകെ ചന്ദന പരിപാലകരാണ്. ഇടുക്കിയിലെ ആ ചന്ദന ഗ്രാമത്തിൻ്റെയും അതിൻ്റെ പാലകരുടെയും കഥയിലേക്കാണ് ഇനി ഇടുക്കിയിലെ ഞങ്ങളുടെ പ്രതിനിധി സുബിൻ തോമസ് നടത്തിയ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര. മൂന്നാറിലെ ഈ തേയിലക്കാടുകൾക്കപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഊരുണ്ട്, ചന്ദനത്തിന്റെ ഗന്ധമുള്ള മറയൂർ. ഒരു കാലത്ത് കാട്ടുകള്ളന്മാരുടെ കേന്ദ്രമായിരുന്ന ഇവിടുത്തെ ചന്ദനക്കാടുകളെ സംരക്ഷിച്ചവർ അനവധിയാണ്. ആ ചന്ദനക്കാടുകളിലൂടെ ഒരു യാത്ര. ആയിരത്തി 1800കളുടെ അവസാനം മറയൂരിലെ ചന്ദനത്തെ കുറിച്ച് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഫസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന TF ബോഡിലോൺ തിരിച്ചറിയുകയും ചന്ദനം സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വിശദമായ ഒരു റിപ്പോർട്ട് ട്രാവൻകൂറിന് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം 1900 മുതൽ 1930 വരെയുള്ള കാലഘട്ടങ്ങളിൽ മറയൂരിലെ വിവിധ മേഖലകൾ ചന്ദന റിസർവുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പ്രദേശമെല്ലാം തന്നെ വാച്ചർമാരുടെ നിരീക്ഷണത്തിലാണ്. കൂടാതെ മരങ്ങൾക്കെല്ലാം ഇതുപോലെ നമ്പറുകൾ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും
കൃത്യമായ പരിശോധനകൾ ഇവിടെ നടത്തിയ ശേഷമാണ് വാച്ചർമാർ തിരികെ മടങ്ങുന്നത്. അപ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫ് എല്ലാം ഓരോ ഫീൽഡിലേക്കും ഞാൻ നിയോഗിക്കും. അവർ ഓരോ ഫീൽഡിലേക്കും അവർ ഡ്യൂട്ടിക്കായിട്ട് പോകും. കൂടെ ഓരോ ഫീൽഡിലും 2 NMR വാച്ചർമാരുടെ വീതമുണ്ട്. അപ്പോൾ NMR വാച്ചർമാർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഒരു 60ഓളം വാച്ചർമാരുണ്ട്. പുതിയതായിട്ട് നമ്മൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ ഫീൽഡിലെ വാച്ചർമാരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കൂടാതെ തദ്ദേശീയരായിട്ടുള്ള വാച്ചർമാരും പഴയ ആൾക്കാരും ഉണ്ട്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനമരങ്ങൾ എത്തിക്കുന്നത് ഇവിടേക്കാണ്. അകത്തുള്ള സ്റ്റോർ റൂമുകളിൽ ഇവ സൂക്ഷിക്കും. വർഷം 2000-ലധികം ചന്ദനമരങ്ങൾ മറയൂരിന്റെ മണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്നുവെന്നുള്ളതാണ് കണക്കുകൾ. കാറ്റ് പൊടിഞ്ഞു വീണ മരങ്ങളും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളുമാണ് നമ്മൾ കളക്ട് ചെയ്ത് ഡിപ്പോയിൽ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ SR52 എന്ന് പറയുന്ന സാൻഡൽ റിസർവ്, സാൻഡൽ റിസർവിലുള്ള ഇങ്ങനെയുള്ള ഉണങ്ങിയ മരങ്ങൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് നമ്മളത് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യും. അതായത് അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്, ഡിപ്പോയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മറയൂരിലെ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചന്ദനത്തിന്റെ ഗന്ധം ഒരിക്കലും മായാത്ത മറയൂരിന്റെ മണ്ണിൽ നിന്നും അനൂപ് ശിവദാസിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി. ആ ചന്ദനമണം ഇങ്ങെത്തിയോ? ഞാൻ പറയുന്നത് ചന്ദനം മണക്കുന്ന ഒരു യാത്രയാണ് പോകാൻ തോന്നുന്നത്. അതാണല്ലോ എക്സ്പ്ലോറിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ല. എല്ലാവരും തുടക്കത്തിൽ തന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും നമസ്തയുണ്ട്. വീണയുടെ വസ്ത്രത്തെ കുറിച്ചുള്ള കമന്റ്സ് ഉണ്ട്. രാധാകൃഷ്ണൻ വൈകുണ്ഠം, സന്ദീപ് ജി, ഗണേഷ്. പക്ഷെ എനിക്ക് ചിരി വന്ന 2 പേരുകൾ കണ്ടിട്ടാണ്. ഒന്ന് ലഹരിയെ പ്രണയിച്ചവൻ, ഒന്ന് ആളമുട്ടിയ ചേര. നമ്മുടെ ആളമുട്ടിയ ചേര നമുക്ക് സ്ഥിരം വരുന്ന ഒരാളാണ്. ഇത്തരം ചില പേരുകൾ പ്രധാനമായി സാധാരണഗതിയിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പേരുകൾ തന്നെയാണ്. നദനാർജി ആയാലും ശ്രീധരൻജി ആയാലും ഉഷ നെല്ലൂർജി, അങ്ങനെ അജിത് ഭാസ്കർജി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരവരുടേതായ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളോട് സംസാരിക്കാറുള്ളത്. ഇങ്ങനെ ചില ആളുകൾ കൂടി ഉണ്ടാകാറുണ്ട്. എന്നാലും അവരുടെ കമൻറ്റുകൾ പലപ്പോഴും വാലിഡ് ആണ് താനും. അവർ ചില മിക്ക കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ധാരാളം സ്റ്റോറി ഐഡിയാസ്, പല വാർത്തകളും ഒരുപക്ഷെ ചെയ്തതിന് ഒരു പ്രോത്സാഹനജനകമായതും അതല്ലെങ്കിൽ ചില ഐഡിയാസ് കിട്ടിയതും ഈ കമന്റ് ബോക്സിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതെ. ഓക്കെ, നമുക്കപ്പോൾ കുറേ അധികം കമൻറ്റുകൾ നമ്മളിങ്ങനെ നോക്കിപ്പോയി. അതിൽ എടുത്തു പറയാവുന്ന ചിലതാണുള്ളത്. ഈ മുല്ലപ്പെരിയാറിന് സർക്കാരിന്റെ ഉറപ്പ് കിട്ടിയതോടെ ആ പേടി മാറിയെന്നത് അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു. അല്ല, ആളമുട്ടിയ ചേര തന്നെയാണ്. അദ്ദേഹം ഇങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ പ്ലാനിങ് നടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചർച്ചകൾ അവർ നടത്തുകയാണ്. ഓക്കെ, നമുക്കേതായാലും 58 ആകുന്നു. 8 മണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ നേരത്തെ ആദ്യമൊക്കെ സമയക്രമം പാലിക്കണമെന്ന് നമ്മളോട് ഉപദേശിച്ചിരുന്നു നമ്മുടെ പ്രേക്ഷകർ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ പ്രധാന വാർത്തകൾ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കഴിഞ്ഞിട്ടില്ല പ്രധാന വാർത്തകൾക്ക് മുമ്പ് അതുകൂടി പറയണം. പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഉടനെ ഒരു സ്പെഷ്യൽ ഉണ്ട്, അത് മറക്കണ്ട. വളരെ വിശേഷപ്പെട്ട ഒരു അതിഥിയുണ്ട്. ഞങ്ങൾക്കൊക്കെ സുപരിചിതനാണ്. നിങ്ങൾ എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും സംസ്കൃത ദിനത്തോട്, വിശ്വ സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് ഒരു വിശേഷാൽ അതിഥിയും ഇത്തിരി സിനിമയും പാട്ടും ഒക്കെ ആയിട്ട് വരാം. നമ്മൾ പറഞ്ഞു വിശ്വ സംസ്കൃത ദിനം. അതെ, ഇന്ന് വിശ്വ സംസ്കൃത ദിനം. 5.5 പതിറ്റാണ്ടോളമായി ലോകമെമ്പാടുമുള്ള സംസ്കൃത പ്രേമികൾ ശ്രാവണ പൂർണിമ ദിനം സംസ്കൃത ദിനമായി ആചരിക്കുന്നു. ലോകഭാഷയെന്നും ഭാഷകളുടെ മാതാവെന്നും അറിയപ്പെടുന്ന സംസ്കൃതത്തിന്റെ പ്രചാരണം ലക്ഷ്യമാക്കിയാണ് സംസ്കൃതത്തിനായി ഒരു ദിവസം തെരഞ്ഞെടുത്തത്. ഭാരത സംസ്കാരത്തിന്റെ ആധാരശിലകളായ വേദ ഇതിഹാസങ്ങൾ രചിച്ചത് ദേവവാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്കൃത ഭാഷയിലാണ്. ഭാരതത്തിന്റെ വിജ്ഞാന പാരമ്പര്യത്തിന്റെ ബഹുസ്വരതയും സംസ്കൃതിയും മാനവികതയ്ക്ക് പകർന്നു നൽകിയതും ഈ ദേവവാണി തന്നെ. ജ്ഞാനവിജ്ഞാനങ്ങളുടെ സമസ്ത മേഖലകളുടെയും ഉറവിടം സംസ്കൃത ഭാഷയിലുള്ള വൈദിക ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇവയിൽ രാജനീതി, പ്രപഞ്ചശാസ്ത്രം, നരവംശശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ആയുർവേദം, ജ്യോതിഷം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. 1969 മുതലാണ് ഭാരതം സംസ്കൃത ദിനം ആചരിച്ചു തുടങ്ങിയത്. വാജ്പേയി സർക്കാർ 2000-2001 വർഷത്തെ സംസ്കൃത വർഷമായി ആചരിച്ചു. ആ വർഷം മുതൽ സംസ്കൃത ദിനം സംസ്കൃത വാരാചരണമായി മാറി.
സംസ്കൃത ദിനത്തിന് മുൻപും പിൻപുമുള്ള 3 ദിവസങ്ങൾ ചേർത്താണ് വാരാചരണം നടക്കുക. പിറവി കൊണ്ട നാൾ മുതൽ ദേശീയതയ്ക്കും സംസ്കാരത്തിനും ഏറെ പ്രാമുഖ്യം നൽകുന്ന ജനം TV സംസ്കൃതത്തിൽ വാർത്ത അവതരിപ്പിക്കുന്ന മലയാളത്തിലെ ഏക സ്വകാര്യ ചാനലാണ്. നമസ്തേ. सम्प्रति जनं संस्कृतवार्ताः श्रूयन्तां प्रवाचकः मोहनलाल. मलयाळभाषायाः दृश्यमाध्यमरङ्गे नव्यानुभवरूपेण परिणीयमाने जनं TV माध्यमे देवभाषायां संस्कृते प्रतिदिनं वार्ताः, विश्वस्य अतिनूतनवार्ताः, घटनाविकासां च अतिपुरातनभाषया संस्कृतेन जनं TV द्वारा सम्प्रति भवन्तः अपि सायं 5 ദൃഷ്ടിമർഹന്തി. ഇത് വാർത്ത. ഭാരതത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഭാഷ എന്ന നിലയിൽ ഈ ദേവഭാഷയുടെ പ്രചാരണാർത്ഥമുള്ള പ്രവർത്തനങ്ങൾ ജനം TV ഇന്നും തുടരുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ത്രിഭാഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്കൃതം കൂടുതൽ ജനകീയമായി. ഭാരതത്തിന്റെ അഭിമാന ഭാഷയായ സംസ്കൃതത്തെ മൃതഭാഷയെന്നും കഠിന ഭാഷയെന്നുമൊക്കെ പറയുമെങ്കിലും ലോകത്ത് ആകമാനമുള്ള ഭാഷാസ്നേഹികളുടെ മനസ്സിൽ അമൃത ഭാഷയായി നിലകൊള്ളുകയാണ് ഈ വേദഭാഷ. ന്യൂസ് ഡെസ്ക് ജനം. ഓക്കെ, നമുക്കപ്പോൾ ഈ വിശ്വ സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ 2 വർഷം പഠിച്ചു. ഞാൻ 1 വർഷം പോലും പഠിച്ചിട്ടില്ല. എങ്കിൽ പോലും നമുക്കറിയാം ഹിന്ദി, മലയാളം, തമിഴ്, നമ്മൾ കേൾക്കുന്ന ഭാഷകൾ നിർബന്ധമായിരുന്നു. അങ്ങനെ ഓരോ ഭാഷയിലും അറിയാം സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ട ഒരുപാട് വാക്കുകൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്കൃതവുമായി ചേർന്ന് നിൽക്കുന്ന ഭാഷ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലുള്ള മിക്ക ഭാഷകളും, മലയാളം പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് മലയാളം വർത്തമാനം പറയുമ്പോൾ തെലുങ്കിൽ നിന്ന് നിൽക്കുന്നവർ ചില ഭയങ്കരം ഒക്കെ അതേ വാക്ക് തന്നെ അവിടെ ഉണ്ടാവുന്നത്. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ അതിഥി കുറിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത ചിത്രം ഒരുക്കിയ യദു വിജയകൃഷ്ണനാണ് വിശ്വ സംസ്കൃത ദിനത്തിലെ നമ്മുടെ അതിഥി. ഇനി യദുവിനെ കുറിച്ച് പറഞ്ഞാൽ, യദു ജനം TVയിൽ നിന്ന് താഴെ ഡെസ്കിൽ നിന്നും ബ്യൂറോയിൽ നിന്നും പലരും യദുവിന് ഹലോയും നമസ്തയും ഒക്കെ പറയുന്നുണ്ട്. യദു ജനം തുടങ്ങിയ കാലത്തുള്ള നമ്മുടെ പ്രൊഡ്യൂസറാണ്. ഒട്ടനവധി കാമ്പുള്ള വളരെ പ്രേക്ഷകർക്ക് പരിചിതമായ പ്രോഗ്രാമുകളുടെ പ്രൊഡ്യൂസറാണ്. അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുക ഒരു പക്ഷേ ശങ്കര ദിഗ്വിജയമായിരിക്കും. അപ്പോൾ ജനം TVയുടെ നഷ്ടം സംസ്കൃതത്തിന്റെയും സിനിമയുടെയും ഒക്കെ കലയുടെയും ലോകത്തിന് വലിയ നേട്ടമായി മാറുകയാണ്. യദു വിജയകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. ആ വിജയകൃഷ്ണൻ ആരെന്നറിയോ? സംവിധായകൻ, നിരൂപകൻ, ചലച്ചിത്ര ചരിത്രകാരനുമായ സാക്ഷാൽ വിജയകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ പുത്രനാണ് യദു. ഈ ചലച്ചിത്ര പുസ്തക രചനയ്ക്ക് ഒട്ടനവധി, ഞാൻ എണ്ണം എടുത്തിട്ടില്ല, സംസ്ഥാന ദേശീയ അവാർഡുകൾ ഒരുപാട് നേടിയിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തനായ പിതാവിന്റെ പുത്രൻ പ്രശസ്തിയിലേക്ക് എത്തുകയാണ്. അതും യദുവിനോട് തന്നെ ചോദിക്കാം. ഏതായാലും ഈ 7-ാം നൂറ്റാണ്ടിലെ ബോധായനന്റെ നാടകത്തെ ആസ്പദമാക്കിയുള്ള ഹാസ്യ ചിത്രമാണ് ഭഗവത് ജുഗം. നിരവധി പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ FIAPFന്റെ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ 4 അവാർഡുകൾ, അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകളാണെങ്കിൽ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ഇവിടത്തെ തുടങ്ങിയ ഇടങ്ങളിൽ ഒഫീഷ്യൽ സെലക്ഷനായ സംസ്കൃത ചിത്രമാണ് ഭഗവത് ജുഗം. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അടക്കം ഒട്ടേറെ അവാർഡുകളും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. യദു നമ്മോടൊപ്പം ചേരും. പക്ഷെ അതിനു മുമ്പായി ആ സിനിമയുടെ ട്രെയിലർ ഒന്ന് കാണാം, അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. ലോകോയം കീദൃശഃ ഏവം ഭാതി മായാബന്ധേന കസ്യ മായ പ്രതിജ്ഞാ ഹാനികഃ ഭവതി ആചാര്യ. കുത്ര കുഠാരിക വസന്തസേന മാസ്തു കോപഃ അയുക്തോ ഭവതി പരിവ്രാജകേഷു കോപഃ പ്രാണാഹ ഏവ ശരീരമിദം പരിത്യജന്തി.
യദു കൃഷ്ണൻ, നമസ്തേ, സ്വാഗതം. വിശ്വ സംസ്കൃത ദിനത്തിലെ നമ്മുടെ വിശിഷ്ട അതിഥി യദു. ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ ഭഗവത് ജുഗമാണോ എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക? ഭഗവത ജുഗം, അതായത് രണ്ട് വാക്കുകളുടെ ഒരു ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. ഭഗവാൻ എന്നുള്ളത് സന്യാസി മങ്ക്, അജുഗം എന്നുള്ളത് കോർട്ടിസൻ. അതായത് ഈ കോർട്ടിസൻ എന്ന് പറയുമ്പം നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ വേശ്യ എന്ന് പറയുന്നത്. അപ്പം സന്യാസി വേശ്യ, അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിലുള്ള ഒരു കഥയാണ് ഈ ഭഗവത ജുഗം. യദുവും സംസ്കൃതവുമായിട്ടുള്ള ഈ ഒരു ബന്ധം, സൗഹൃദം തുടങ്ങുന്നത് എപ്പോഴാണ്? സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്റെ അച്ഛന്റെ അച്ഛൻ പിന്നീട് ഒരു സന്യാസിയൊക്കെ ആയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ജനിച്ചപ്പോ തൊട്ട് എന്റെ വീട്ടിൽ ആ ലൈബ്രറിയിൽ കുറച്ച് സംസ്കൃത പുസ്തകങ്ങളും ആത്മീയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു ഫോർമൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ സംസ്കൃതത്തിൽ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതല്ലാതെ ഈ സംസ്കൃതത്തോടുള്ള ആ ഒരു എക്സ്പോഷർ കൊച്ചിനെ ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്കൃത സിനിമ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു 12ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ആദ്യത്തെ സംസ്കൃത സിനിമയായ ആദിശങ്കരാചാര്യ 1989 ഇറങ്ങി. അത് എനിക്ക് കാണാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സംസ്കൃതത്തില് ഫിലിം എടുക്കണം. അത് വലിയ അത്ഭുതമാണല്ലേ. കാരണം അദ്ദേഹം അത് പഠിക്കാതെ അത് വീട്ടിലുണ്ടായിരുന്നൊരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ട് മാത്രം, പക്ഷെ അത് സിനിമ എടുക്കുന്ന അത്രയ്ക്കൊരു ആത്മവിശ്വാസം തന്നെ നൽകി. വിജയകൃഷ്ണൻ സാറിന്റെ മകൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നില്ലെങ്കിലാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് സംസ്കൃത വഴിയിലേക്ക് പോയതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, കാര്യം ഇത് ഈ കമേഴ്ഷ്യലി നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത ചിത്രം എന്ന് പറയുമ്പോഴും വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാര്യം ഒരു കമേഴ്ഷ്യലി ഒരു സൂപ്പർ ഹിറ്റ് ആവുക, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കുറെ ധാരാളം കാശ് ഉണ്ടായെന്നൊക്കെ ഒഴിച്ചിട്ട്, അപ്പം ക്ലാസ് തന്നെ ഉദ്ദേശിച്ചിട്ട് ആ സ്വന്തം ഇഷ്ടം, അതല്ലെങ്കിൽ ആ ഭാഷയോടുള്ള ഇഷ്ടവും അതിനോടുള്ള എക്സ്പോഷറും കാരണം, അപ്പോൾ ഈ സംസ്കൃതത്തിൽ തന്നെ സിനിമ എടുക്കാം എന്നുള്ള തീരുമാനം ഈ ആദ്യം മുതലുള്ള ഈ ബന്ധം തന്നെയാണോ ഇതിന് പ്രചോദനം, അതല്ലെങ്കിൽ പ്രകോപനം? അതൊരു കാര്യമുണ്ട്. കാരണം സംസ്കൃതത്തില് സിനിമ എടുക്കാൻ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് താഴെ വന്നപ്പോഴാണ് അത് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അതില് ഫണ്ട് കിട്ടുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയാസം ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അറിയാം. അപ്പൊ അതിനങ്ങനെ ആരും തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ എന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ട് കിരൺരാജ് എന്ന പ്രൊഡ്യൂസർ ഇങ്ങോട്ട് തന്നെ എന്റെ അടുത്ത് ആവശ്യപ്പെടുമായിരുന്നു സംസ്കൃതത്തിൽ നമുക്കൊരു ഫിലിം ചെയ്യാമെന്ന്. അപ്പം അദ്ദേഹം അവിടെ ഖത്തറിലെ ഒരു ബിസിനസ് മാനാണ്, അവിടെ സംസ്കൃത നാടകങ്ങളിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കും അദ്ദേഹം നമ്മള് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അങ്ങോട്ട് അന്വേഷിക്കാതെ തന്നെ ഇങ്ങോട്ട് ഒരു അവസരം വന്ന് വീണത് പോലെ തോന്നി. അതും എന്റെ ആദ്യത്തെ ഒരു ഫിലിം. അതിനു മുമ്പ് ഡോക്യുമെന്ററീസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ ഒരു ഫീച്ചർ ഫിലിം സംസ്കൃതം തന്നെ ചെയ്യാൻ അങ്ങനെയാണ് അവസരം കിട്ടുന്നത്. പിന്നെ ഇതിന്റെ കമേഴ്ഷ്യൽ കാര്യം പറയാൻ ശേഷം അതുവരെ സംസ്കൃത ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. കൂടുതലും അവാർഡ് കിട്ടും, ഫിലിം ഫെസ്റ്റിവൽസിനും ഉദ്ദേശിച്ചെടുത്തതാണ്. കാരണം സംസ്കൃത ഫിലിം ആണല്ലോ, അതിന്റെ ഒരു കമേഴ്ഷ്യൽ വാലിഡിറ്റി ഇല്ല. അപ്പം ഇത് എന്റർടൈനിങ് ആക്കണം എന്ന ആദ്യമേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചത് പറ്റിയ കഥ ഏതുണ്ട് എന്ന് അന്വേഷിച്ച് ഞാനിപ്പം എന്റെ അച്ഛനോട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഈ 7ാം നൂറ്റാണ്ടിലെ ഈ ഒരു നാടകം, ഈ ഭഗവത യുഗം എന്ന് പറയുന്നത്, അതിൽ ഫാന്റസി ഉണ്ട്, കോമഡി ഉണ്ട്, അതൊരു അക്കാലത്തെ ഒരു സറ്റയറാണ്. ഇപ്പം ഡയലോഗ്സിന് മാത്രമല്ല വിഷ്വൽസിനും കൂടെ എല്ലാവർക്കും ഒരു എന്റർടൈനിങ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ് ഇത് മനസ്സിലായി. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുവായിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു സംസ്കൃതത്തിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത്ര ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നമ്മുടെ അഭിമാനത്തോടെയാണ് നമ്മൾ ഈ സംസ്കൃത ഭാഷ നമ്മൾ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയായിരുന്നില്ല? അത് ഏറ്റെടുക്കുമ്പോൾ പാളിപ്പോകുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ആരെയൊക്കെ അതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ട് ഈ സിനിമ നല്ലതാക്കുന്നതിന് വേണ്ടി, ഇതിലെ ഭാഷയ്ക്ക് പ്രത്യേകിച്ചും? അത് ആക്ച്വലി ശരിയാണ്. കാരണം നമ്മൾ സാധാരണ ഒരു സിനിമ എടുക്കുന്നവരെ സംസ്കൃതത്തിലെ സിനിമ എടുക്കുമ്പോഴത്തേക്ക് സംസ്കൃത പണ്ഡിതന്മാരെ കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മള് ഡയലോഗ്സ് ഓവറായിട്ട് സംസ്കൃതത്തിന്റെ ഗ്രാമറും എല്ലാം നോക്കി നിന്നാല് സാധാരണ പ്രേക്ഷകർക്ക് അത് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ആദ്യമേ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കൂടുതൽ മലയാളത്തില്
സാധാരണ ഹിന്ദിയിലും മലയാളത്തിലും കന്നഡയിലും എല്ലാം ഉപയോഗിച്ചു വരുന്ന വാക്കുകളുണ്ടല്ലോ. ഇപ്പൊ സമസ്യ, അങ്ങനെ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല. അങ്ങനെയുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഇപ്പം സബ്ടൈറ്റിൽ ഇല്ലാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെ ഫിലിം ഇറങ്ങിയപ്പോഴും പലരും പറഞ്ഞു സബ്ടൈറ്റിന്റെ ആവശ്യം വന്നില്ല, പലതും ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ ഇതിന്റെ സംഭവം, ഞാനൊരു സംസ്കൃത പണ്ഡിതനൊന്നുമല്ല. അപ്പൊ ഇതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ എക്സ്പേർട്സിന്റെ ആവശ്യം വന്നു. അപ്പം ഒന്ന് ജനം ടി വി തന്നെ വർക്ക് ചെയ്തിരുന്ന സംസ്കൃത വാർത്തയിൽ വർക്ക് ചെയ്യുന്ന അശ്വതി വിജയൻ, പുള്ളിക്കാരിയെ ഞാൻ സ്ക്രിപ്റ്റിന് സമീപിച്ചു, എന്റെ ഡയലോഗ്സ് ഒക്കെ. പിന്നെ ഈ നാടകത്തിന് ഞാൻ അഡാപ്റ്റ് ചെയ്തു സിനിമാറ്റിക് രീതിയിൽ. ഞാൻ മലയാളത്തിൽ ഡയലോഗ് പുള്ളിക്കാരി അതിന്റെ സംസ്കൃത ഡയലോഗ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇക്കാര്യത്തിന് ഒരുപാട് അവരുടെ മെന്റേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. അതിലൊരാള് മഹേഷ് ബാബു സാർ. ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. നമ്മൾ ഒരുപാട് കടുംപിടുത്തം വെച്ചില്ല. ഇതിന്റെ ഗ്രാമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാരണം ഇതൊരു ഫിലിമാണ്. അൾട്ടിമേറ്റ്ലി ഒരു സംസ്കൃത ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ഈ ജനൻ ടി വിയിലെ അന്നത്തെ പ്രൊഡ്യൂസറും സംസ്കൃത വാർത്തയുടെ പ്രൊഡ്യൂസറും ഒക്കെ കൂടി സിനിമ നാടക രംഗത്തേക്ക് കടന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അശ്വതി വിജയന്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ അശ്വതിയുടെ ഇപ്പൊ ഏറ്റവും പുതിയ വെഞ്ചർ ഇത് പറയുമ്പോൾ അതും നമ്മൾ അന്വേഷിക്കണമല്ലോ. അശ്വതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സിനിമയും നാടക സംവിധാനവും ഒക്കെ ആയിട്ടാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രോജക്റ്റ് സജീവമായിട്ടുണ്ടോ? അശ്വതി ചേച്ചി ഇപ്പം കോളേജിൽ അധ്യാപനം എന്നാണ് എനിക്ക് അറിവ്. അതിനുശേഷം നാടകരംഗങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ജനൻ ടി വിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ആക്ച്വലി ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും ജനൻ ടി വിയുടെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു വിഷ്ണു വി ദിവാകരൻ. അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. ഇതിലെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 പാട്ടുണ്ട്. അത്യാവശ്യം ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ പാട്ടാണ് സംസ്കൃതത്തിലെ. ആ രണ്ടും ചെയ്തത് വിഷ്ണുചേട്ടൻ എന്ന് പറയുന്നത് ജനൻ ടി വിയുടെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസർ കിരൺ ചേട്ടനാണെങ്കിലും ജനൻ ടി വിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കൂടെ അവകാശപ്പെടാം. പറയാം, അതിലേക്ക് വരാം. മുഴുവൻ പറയട്ടെ, പറയൂ. അല്ല, ഇനി എനിക്ക് അറിയത്തില്ല. ഇനി അതിന് വർക്ക് ചെയ്ത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കറക്ഷൻ കാണുമായിരുന്നു. ഇപ്പൊ പറയും ഇതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം വർക്ക് ചെയ്ത് വരുമ്പോഴാണ് എല്ലാവരും പറഞ്ഞാൽ ഞാനും ജനൻ ടി വിയുടെ അങ്ങനെ. അശ്വതി ചേച്ചി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ചേട്ടൻ പിന്നെ അതിനുശേഷം ഖത്തറിലെ ഒരു FM-ലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എഴുതി കാണിക്കേണ്ടത് ജനം ടി വി എന്നാണല്ലേ? An attempt, a creative attempt by ജനം ടി വി ക്രിയേറ്റീവ് ഗ്രൂപ്പ്. എന്തായാലും വലിയ സന്തോഷം. കാര്യം എനിക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഇത്രയും ജനൻ ടി വിക്കാർ ഇതുമായിട്ട് ഈ ഒറ്റ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ ഒരു ക്രീം ടീമാണ്. ഒരു നിമിഷം തുടരണം. ഒരു പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. Dim dim tanana dim, dim dim tanana dim, dim dim tanana dim, dim tanana dim, dim dim tanana dim, dim dim tanana dim, dim dim tanana dim, sari tanana sari na baba, ga mama ga. परवृद मधुकर नादस्याघोषः
ദൃശ്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചെന്നേ ഉള്ളൂ അല്ലേ അതെ. ഈ പാട്ടിനെ കുറിച്ച്? യദു സാധാരണ വിവാഹ ആൽബം ചെയ്യുമ്പോൾ അതിൽ പുതിയ സിനിമയിലെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ അല്ലെങ്കിൽ അന്നത്തെ ട്രെൻഡിങ് പാട്ട് ഇത് തന്നെയായിരുന്നു യദു കൃഷ്ണന്റെ. അടുത്ത കാലത്ത് യദുവിന്റെ വിവാഹം കഴിഞ്ഞത്. യദുവിന്റെ വിവാഹ ആൽബത്തിലെ പശ്ചാത്തല സംഗീതം ഇത് തന്നെ ആയിരുന്നില്ലേ? ഇതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്റെ വെഡിങ്ങിന്റെ റിസപ്ഷന്റെ എഡിറ്റ് ചെയ്തതും എന്റെ ഫ്രണ്ട് അനൂപാണ്. പുള്ളിക്കാരൻ ജനജീവിയിലെ ഒരു എഡിറ്റർ ആയിരുന്നു. അപ്പൊ പുള്ളി എഡിറ്റ് പറഞ്ഞാൽ സാധാരണ എല്ലാരും എഡിറ്റ് ചെയ്ത് കൊടുക്കാതെ എന്തെങ്കിലും പ്രത്യേക പാട്ടുകൾ വല്ലതും സജസ്റ്റ് ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇരുന്നിങ്ങനെ തപ്പുവാണ്. ഒരു ദിവസം മൊത്തം നിർത്തി എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് സ്ഥിരം കേൾക്കാത്ത ക്ലിഷ്യ സാധനങ്ങളല്ലാത്ത എന്തെങ്കിലും ഒരു മ്യൂസിക് സജസ്റ്റ് ചെയ്യാനായിട്ട് എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കത് ഞാൻ എന്തിനാ വല്ലവരുടെയും പാട്ടുണ്ട്, എന്റെ സ്വന്തം ഫിലിമിൽ തന്നെ പാട്ടുണ്ടല്ലോ, അതും സംസ്കൃതത്തില്. അപ്പം അതും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. അതും ഈ പ്രാചീന ഒരു ഗ്രന്ഥം മഹേന്ദ്ര വിക്രമവർമ്മന്റെ ഒരു വരികളാണ് കേട്ടത്. ഞങ്ങൾ ഇക്കാലത്ത് എഴുതിയല്ല, അത് പണ്ടത്തെ ഇതിനായിട്ടുള്ള ഒരു വരികളാണ്. അപ്പം അതിന് ചെയ്ത നമ്മുടെ ഫിലിമിന് വേണ്ടി ചെയ്ത സോങ്സ് ആണ്. സോങ്ങിന്റെ വിഷ്വൽസ് ഫിലിമിലുണ്ട്. അപ്പൊ ഇത് കൊടുത്തു. അങ്ങനെയാണ് ഈ നമ്മുടെ വെഡിങ് റിസപ്ഷന്റെ ആ ഒരു വീഡിയോയിലും ഈ സംസ്കൃത ഗാനം തന്നെ വരുന്നത്. വളരെയധികം സന്തോഷം. ഒരു പക്ഷെ പുത്തൻ പുലരി തുടങ്ങിയ ശേഷം ഏറ്റവും പോസിറ്റീവായി സന്തോഷത്തോടു കൂടി, പോസിറ്റീവ് ആയിരുന്നില്ല എന്നാൽ, പക്ഷെ ഇന്ന് കിട്ടുന്ന ഒരു ഊർജം, ഒരു അഭിമാനമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആളെ നമ്മുടെ തന്നെ അതിഥിയായി വിളിച്ച് ഈ അഭിമുഖം നടത്തുക എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഞാൻ വളരെ ഇതോടുകൂടി ഒരു സത്യം പറയട്ടെ, ഞങ്ങൾ നാട്ടുകാരാണ്. യദുവിൻ്റെ അച്ഛനെയും അമ്മയും എനിക്കറിയാം എന്നുള്ളത് ഇപ്പോൾ ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. എന്നെ അറിയില്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി. എനിക്ക് നിങ്ങളുടെ അവിടുത്തെ വിഷ്വൽസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. വീണ പ്രസാദ് കണ്ണനാണ്. ഓക്കെ. അപ്പോ യദു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, കാരണം സമയവും ഇങ്ങനെ അതിക്രമിക്കുന്നു. ഇനി ഈ പുതിയ പ്രോജക്റ്റുകൾ എന്താണ്? അതിനുശേഷം സംസ്കൃതത്തെ കുറിച്ച് കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോ എന്തിന്റെ പണിപ്പുരയിലാണ് യദു? ഇതോടൊപ്പം സാഹിത്യമുണ്ട്. എന്റെ ഒരു ബുക്ക് ദ സ്റ്റോറി ഓഫ് അയോധ്യ എന്ന നോവൽ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. ഇനി അടുത്ത നോവല് വൈൽസ് എന്ന് പറഞ്ഞൊരു ഹൊറർ നോവൽ ഇപ്പൊ ഉടനെ ഒരു 2-3 മാസത്തിനകം അത് റിലീസാവും. ഇനി അടുത്തൊരു ഫിലിമിന്റെയും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കേസ് ഇരിക്കും. ഈ ഒരു കാര്യം കൂടി, സംസ്കൃതത്തെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിശ്വ സംസ്കൃത ദിനമായി ഒരു ദിവസം തന്നെ മാറ്റിവെക്കുന്നു. ജനം TV നിർബന്ധമായും വളരെ വളരെ റിലീജിയസ് ആയിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംസ്കൃത വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. പക്ഷേ ഈ പുതിയ തലമുറയുണ്ടല്ലോ, ഈ സൂപ്പർ ഫാസ്റ്റ് വേഗത്തിൽ ഓടുന്ന പുതിയ തലമുറ, അതായത് സ്കൂളിൽ ചേർക്കുമ്പോൾ ഒന്നുകിൽ സിവിൽ സർവീസ് ട്രെയിനിങ് അടക്കമുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇപ്പോൾ വന്ന് AI രൂപത്തിലേക്ക് ഓടുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യുവനിരയാവട്ടെ നല്ലൊരു ശതമാനം ഇൻസ്റ്റയുടെ ലോകത്താണ്. അപ്പോൾ ഈ ഇൻസ്റ്റാ ജനറേഷന് മുന്നിൽ, ഈ ഇൻസ്റ്റാ ലോകത്ത്, ഇൻസ്റ്റന്റ് ടാർഗറ്റുകളുടെ ലോകത്ത് ഈ സംസ്കൃതത്തെ, കാര്യം അതിൻ്റെ ഒരു കരുത്ത് ഒന്ന് അറിയിക്കാൻ, അതല്ലെങ്കിൽ അതിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ എന്തെങ്കിലും പറയാനുണ്ട്? ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ഈ 2 വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചതിൽ പോലും നിർബന്ധം എന്ന് നിർത്തിയോ? 10ാം ക്ലാസ് ആയപ്പോൾ ഞാനും നിർത്തി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് പുതിയ തലമുറ, ഇത് ഒരു വിഭാഗത്തെ എങ്കിലും നോക്കൂ, ഇതിനെല്ലാം ജെനുവിനായിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം, തല്ലിപ്പഴിപ്പിക്കണം. പക്ഷെ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടോ കുട്ടികളോട്, പ്രേക്ഷകരോട്? ഏതു ഇതിപ്പോ നമ്മള് കരുതുന്നതെന്ന് വെച്ചാൽ സംസ്കൃതത്തിന്റെ ഒരു സർവൈവലിന് വേണ്ടി സംസ്കൃതത്തിന് നമ്മളെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കരുതേണ്ട. നമുക്ക് സംസ്കൃതത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ, നമ്മുടെ ഭാരതം പോലെ രാജ്യത്തിൽ ഇത്രയും ഭാഷകളുണ്ട്. ഇവിടെ അറിയാലോ, ഒരു പ്രാദേശികവാദം അങ്ങനെയൊക്കെ ഉള്ള പലരും ഇങ്ങനെ പല രീതിയിൽ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒന്നിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംസ്കൃതം തന്നെയാണ്. മലയാളത്തിലും കന്നഡയും ഹിന്ദി എവിടെ ചെന്നാലും അവിടെ സംസ്കൃതത്തിന്റെ വാക്കുകളാണ്. എവിടെ ചെന്നാലും നമ്മളിപ്പോ ഒരു മലയാളി മധ്യപ്രദേശിൽ ചെന്നാലും അവിടെ ശീതൽ ജൽ എന്ന് എഴുതിയിരുന്ന കൂടുതൽ കണക്ട് ചെയ്യാം. പക്ഷെ ഹിന്ദി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് കണ്ടാമാരിൽ എഴുതിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്ന്. അപ്പൊ സംസ്കൃതത്തിലെ വാക്കുകൾ, പ്രയോഗങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിച്ചാൽ
ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെ, ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പം സംസ്കൃതം ഒരു ഭാഷ, ഒരു ഗ്രാമറൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ ഒരു അക്കാഡമിക് തലത്തിലല്ലാതെ ഇങ്ങനെ നമുക്ക് ഭാരതത്തിന്റെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മളെല്ലാവരെയും ഏകോപിപ്പിക്കാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ന്യൂജന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ്, ആനിമേഷൻ, കുട്ടികളൊക്കെ, ഞാനൊക്കെ കൊച്ചിലെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പഠിച്ച കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടിട്ടാണ്. അതുപോലെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആദ്യമേ വലിയ ഭാഗവതോ ഒക്കെ എടുത്തു കൊടുത്താൽ കുട്ടികൾക്ക് അത്ര ഇൻട്രസ്റ്റ് ആവില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികൾ, കോമിക് ബുക്സ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ സംസ്കൃതത്തില്, ഞാൻ കണ്ടിരുന്നു. റീസാൻസ്ക്രിറ്റ് അങ്ങനെ ഉള്ള ഒരു അപ്രോച്ച് ചെയ്താൽ സംസ്കൃതം എന്നുള്ള ഭാഷയെ പിന്നെ റിവൈവ് ചെയ്യുന്ന ആളല്ല, സംസ്കൃതത്തിനെ ഉപയോഗിച്ച് നമുക്ക് ഈ രാജ്യത്തില് ഒരു ഇന്റഗ്രേഷൻ, ആ ഒരു ഏകോപനത്തിന് ഒരുപാട് സഹായം. വളരെയധികം നന്ദി യദു പറഞ്ഞതിൽ ഏറ്റവും പിന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്, സംസ്കൃതത്തിന് നമ്മൾ എന്തോ സൗജന്യം ചെയ്തു കൊടുക്കുന്നു. സംസ്കൃതത്തെ സഹായിക്കാൻ നമ്മുടെ ഒരു വിശാല മനസ്കരായി നമ്മൾ സംസ്കൃതത്തെ സഹായിക്കാൻ, സംസ്കൃതത്തിന്റെ ആവശ്യം അല്ല, നമുക്കാണ് സംസ്കൃതം വേണ്ടത്. നമുക്ക് ഭാരതത്തിന്, ഭാരതീയർക്ക് അതിന്റെ കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാതെ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് തമിഴ്നാട്ടിൽ ചെന്നിറങ്ങിയാൽ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കറുത്ത പെയിന്റ് അടിക്കും. മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയ്ക്കെതിരെ, ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ പേരിലുള്ള ഈ അനാവശ്യ തമ്മിലടി, യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഏറ്റവും വലിയ ഉദാഹരണം മുന്നിൽ നിൽക്കുകയല്ലേ, ആ പൊട്ടി ഒലിച്ചു പോയവരിൽ എത്ര പേർ, എന്ത് ഭാഷ, എന്ത് ജാതി, എന്ത് മതം, എവിടെ പോയി? എന്തായാലും ഇത് വളരെയധികം സന്തോഷം. കാര്യം പുത്തൻപുലരിയിൽ ധാരാളം അതിഥികൾ വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ അതിഥി നൽകുന്ന ഒരു സന്തോഷം, ഊർജം, അഭിമാനം. അപ്പോൾ എല്ലാവിധ ആശംസകളും. വീണ്ടും വീണ്ടും അതിഥിയായി വരാനുള്ള പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ജനൻ ടി വിയിലെ എല്ലാ പഴയ സഹപ്രവർത്തകരുടെ പേരിലും പുതിയ ടീം ജനത്തിന്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ആശംസ. നമസ്തേ യദു. സംസ്ഥാനത്ത് തലസ്ഥാനത്ത് നിന്ന് നല്ല വാർത്തയൊന്നും വരുന്നില്ല. സംസ്ഥാനത്ത് പവർ കട്ട് വേണ്ടി വരുമെന്ന് KSEB. ഇല്ലെങ്കിൽ വൈദ്യുതി വാങ്ങാൻ സർക്കാർ സഹായം നൽകണം. വായ്പ എടുക്കാനും KSEB ഈ നീക്കം നടത്തുന്നുണ്ട്. വായ്പ എടുത്താൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കും. പണം ലഭിച്ചില്ലെങ്കിൽ 3 വർഷം പവർ കട്ടും രാത്രി ലോഡ് ഷെഡിങ്ങും വേണ്ടി വരുമെന്നും KSEB വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഇതൊരു മുന്നറിയിപ്പോ ആവശ്യമൊന്നും അല്ലല്ലോ, ഇതൊരു ഭീഷണിയും ബ്ലാക്ക് മെയിലിംഗ് പോലെ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട്. ഒന്നുകിൽ കാശിത, അതല്ലെങ്കിൽ വൈദ്യുതി ചാർജ് കൂട്ടും, അതുമല്ലെന്നുണ്ടെങ്കിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വേണ്ടി വരും. ഇത് ആരോടാണ് ഇവർ ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത്? ഇവർ പറയുന്ന നിലക്കിൽ, ഇവർ പറയുന്ന കണക്കിൽ, ഇവർ തീരുമാനിക്കുന്ന ബില്ല് അടയ്ക്കുന്ന പാവപ്പെട്ട ജനങ്ങളോട് ആരോടാണ് ഈ അഭ്യാസം? പ്രദീപ്, അങ്ങനെ തന്നെയാണ് ഒരു ഭീഷണിയുടെ സ്വരം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. KSEB ചെയർമാനാണ് ഇത്തരത്തിൽ പെൻഷനേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി KSEB നേരിടുന്നു എന്നുള്ളതാണ് KSEB ചെയർമാൻ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. വൈദ്യുതി വാങ്ങാൻ സർക്കാർ പണം നൽകണം എന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12,000 കോടി രൂപയ്ക്കാണ് വൈദ്യുതി വാങ്ങിയിരുന്നത്. അത് ഇപ്പോൾ 15,000 കോടിയായി ഉയർന്നിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനത്തിനും കരാറിനും പുറമെയാണ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരത്ത് 6 മണി മുതൽ 11 മണി വരെയുള്ള വൈദ്യുതി ഉപഭോഗവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി വാങ്ങുന്നതിനായി കൂടുതൽ പണം സർക്കാർ അനുവദിക്കണം എന്നുള്ളതാണ് ആവശ്യം. അത്തരത്തിൽ സർക്കാർ പണം അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ വായ്പ എടുക്കേണ്ടി വരും. അങ്ങനെ വായ്പ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വൈദ്യുതി നിരക്ക് കുത്തനെ ഉയർത്തും എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വരുന്ന 3 വർഷങ്ങളിൽ പവർ കട്ടിങ്ങും ലോഡ് ഷെഡിങ്ങും ഉണ്ടാകും. വായ്പ എടുക്കേണ്ടി വന്നാൽ അതുകൂടി ഏർപ്പെടുത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ലഭ്യത കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണം അടിയന്തരമായി അനുവദിക്കണം എന്നുള്ളതാണ് KSEBയുടെ ആവശ്യം. വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ ഉൾപ്പെടെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരു വശത്ത് സർക്കാർ യഥേഷ്ടം ദൂർത്തു തുടരുന്നു, മറുവശത്ത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളും
ആരോഗ്യ മേഖലയാണെങ്കിലും KSRTC ആണെങ്കിലും ഈ വകുപ്പുകൾക്കൊന്നും തന്നെ പ്ലാൻ ഫണ്ടുകൾ പോലും നൽകാൻ കഴിയാത്ത വിധം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് പണം അനുവദിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കും. ഏതായാലും KCB ചെയർമാന്റെ ഭാഗത്തു നിന്നും പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭീഷണിയുടെ സ്വരം പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ ഒരു തുക അനുവദിച്ചില്ലെങ്കിൽ പവർ കട്ട് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാകും, ഒപ്പം തന്നെ വൈദ്യുതി നിരക്കും കുത്തനെ ഉയർത്തും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റ് നോക്കാം, സോഷ്യൽ സ്കൂപ്പ്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട റാൻഡമായിട്ട് തിരഞ്ഞെടുത്താണ് കേട്ടോ, അല്ലാതെ ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഒന്നും വെച്ചിട്ടില്ല. വാർത്തയാണ് അല്ലെങ്കിൽ സാമൂഹിക പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്ന എന്നാൽ സാധാരണ മാധ്യമങ്ങളിൽ വരാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം നോക്കാം, ആദ്യം ഏതാണ്? ഇന്ദ്രജിത് കുണ്ടുവിന്റെ എക്സ്പോസ്റ്റ് ആണ്. വേറെവർ പോസിബിൾ നൈറ്റ് ഡ്യൂട്ടി മേ ബി അവോയ്ഡഡ് ഫോർ വിമൻ ടു ദ എക്സ്റ്റെന്റ് പോസിബിൾ, അൽപൻ ബന്ദോപാധ്യായ. അതായത് ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ പറഞ്ഞിരിക്കുകയാണ്, സ്ത്രീകൾക്ക് കഴിയുന്നിടത്തോളം രാത്രി ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഈ പോസ്റ്റിൽ. മോസ്റ്റ് ബിസാർ ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ വൺ കുഡ് ഡിറൈവ് ദ ടാസ്ക്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം ഈ ഉപദേശകന്റെ. Wherever possible, night duty may be avoided for women to the extent possible. যেখানে সম্ভব, যতদূর সম্ভব মহিলাদের নাইট ডিউটি থেকে স্পেয়ার করবা. അതായത് ഈ എന്ത് വന്നു കഴിഞ്ഞാലും സുരക്ഷ കൊടുക്കാനാവില്ല. ഇങ്ങനെ ഒരു വനിതാ ഡോക്ടർ കൊലപാതകത്തിന്, മാനഭംഗത്തിന് ഒക്കെ ഇരയായി കഴിഞ്ഞപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ഉപദേശം കൊണ്ട് എന്തൊരു തോൽവിയാണത്. മുഖ്യമന്ത്രിയും അങ്ങനെ തന്നെ ചെയ്യണം. അതിനേക്കാൾ ബംഗാൾ മുഖ്യമന്ത്രി വളരെ ആക്റ്റീവാണ്, വളരെ സജീവമാണ്. ബംഗാൾ മുഖ്യമന്ത്രിയും രാത്രികളിൽ പുറത്തിറങ്ങണ്ട, പണിയെടുക്കണ്ട എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടാകുമോ, അഭിപ്രായം ഉണ്ടാകുമോ? വിചിത്രമായ സംഗതികളൊക്കെയാണ് ഒപ്പിച്ചു വയ്ക്കുന്നത്. മുഖ്യമന്ത്രി റോഡിലിറങ്ങി റാലി നടത്തുന്നു, ഉപദേശകൻ പറയുന്നു ഇതിനുള്ള സൊല്യൂഷൻ, പരിഹാരം ഇതാണ്, പരമാവധി നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കി. അവിടുത്തെ മുഖ്യമന്ത്രി ഒന്ന് സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അവരും ഒരു വനിതയാണല്ലോ. അടുത്ത നോക്കാം. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യണം, പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ച സുഖേന്ദു ശേഖർ പോലീസ് ചോദ്യം ചെയ്യാൻ. കെ ഘോഷിന്റെ പോസ്റ്റാണ്. സുഖേന്ദു ശേഖർ റോയ് ആണ്, TMCയുടെ MP ആണ്. കമ്മീഷണർ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. അത് ഈ പറഞ്ഞയാൾ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് പോസ്റ്റ്. ദൈവമേ. അടുത്ത നോക്കാം. ലെഫ്റ്റിസ്റ്റ് മോഡറേറ്റേഴ്സ്, ഇത് ഈ നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന പോസ്റ്റാണ്. ഇടത് പാർട്ടികളുടെ, അതല്ലെങ്കിൽ ഇടതും കോൺഗ്രസും ഒക്കെ ചേരുന്ന മുന്നണിയുടെ, അത് പ്രത്യേകിച്ച് ലെഫ്റ്റിസ്റ്റ് മോഡസ് ഓപ്പറണ്ടി ഒരു നട്ഷൽ എന്നാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഒരു കൊലപാതകം അല്ലെങ്കിൽ മാനഭംഗം നടന്നാൽ BJP സർക്കാരിനെ കുറ്റം പറയുക, മുഖ്യമന്ത്രിയെ കുറ്റം പറയുക, പ്രധാനമന്ത്രി മോദിയെ കുറ്റം പറയുക, ഹിന്ദുത്വയെ കുറ്റം പറയുക ആണല്ലോ. ഇനി ഇത് നടക്കുന്നത് ഇന്ത്യ റൂൾഡ്, ഇന്ത്യ മുന്നണി ഭരിക്കുന്ന രാജ്യത്താണെങ്കിൽ പരമാവധി മൗനം, അല്ലെങ്കിൽ ദേശീയമായ നാണക്കേട്. മനസ്സിലായല്ലോ? ഭാരതത്തിന്റെ സമൂഹത്തെ കുറ്റം പറയുക, മനസ്സിലായല്ലോ? നാഷണൽ ഷെയിമാണെന്ന് പരമാവധി മിണ്ടാതിരിക്കും. ഇപ്പൊ തന്നെ കാണുന്നില്ലേ ഈ പല വിഷയങ്ങളിലും സാമൂഹിക സാംസ്കാരിക ഈ കലാ പ്രമുഖരുടെ ഒന്നും വായ തുറക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത് പോലെ മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരും കുറ്റം പറയാം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇതാണ്, ആ ഒരു പോസ്റ്റാണ് കാണുന്നത്. ഞാൻ ആലോചിക്കുന്നത് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും ബംഗാൾ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്, അവരവരാൽ കഴിയുന്ന രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ്. പരമാവധി വരുന്നത് പിന്നെ ഇതിനെ കുറിച്ചുള്ള ഇതിപ്പോ അംബിക JKയുടെയാണ് ഈ പോസ്റ്റ്. വാട്ട് ആർ യു സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ? അത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തെയും ഒക്കെ ടാഗ് ചെയ്തിട്ടുള്ള പോസ്റ്റാണ്.
ഡിസ്മിസ് മമത ഗവൺമെന്റ്. നമ്മൾ നേരത്തെ ഗൗതമുമായിട്ടുള്ള ലൈവിനിടയ്ക്കും ഞാൻ പറഞ്ഞതിൽ ഒന്ന് ഉദ്ദേശിച്ചതിലൊന്ന് ഇതായിരുന്നു. This woman, Mamata, has spoiled the state. She is all the following and still the law and order has gone for a toss. അതായത് ഈ വുമൺ എന്ന വാക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ദിസ് വുമൺ എന്ന വാക്കാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൊത്തം ആരോഗ്യ പ്രവർത്തന സുരക്ഷ അവിടെ നിൽക്കട്ടെ, അതിൽ തന്നെ സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്നാണല്ലോ പറയുന്നത്. മമതാ സർക്കാരിന് അവരെ ആവശ്യപ്പെടുന്നത് തന്നെയാണ് മമത വീട്ടിലിരിക്കുക. അല്ല, മമത വീട്ടിലിരിക്കുക, അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഡിസ്മിസ് മമത ഗവൺമെന്റ് എന്നുള്ള ആവശ്യം ഉയരുകയാണ്. അംബിക ജെക്കയുടെ പോസ്റ്റാണ്, നോക്കാം. ഇതൊരു കാർട്ടൂണാണ്. ശശാങ്ക് ശേഖറാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാർട്ടൂണാണ്. ആദ്യം ഈ ചില ചോദ്യങ്ങൾ ആദ്യം മാതാപിതാക്കളോട് പറഞ്ഞത് ആത്മഹത്യ എന്നാണ്. 3 മണിക്കൂർ അവരെ ആശുപത്രിയിൽ കാത്തിരുത്തിയത് എന്തിനാണ്? പ്രിൻസിപ്പലിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ പിരിച്ചുവിട്ടില്ല? പിന്നെ മുഖ്യമന്ത്രിയുടെ ഞെട്ടലും പ്രഖ്യാപനമാണ്. അത് ഭയങ്കര ഞെട്ടിക്കുന്നു. ദാറ്റ്സ് ഷോക്കിംഗ്, ടെറിബിൾ. ഐ വാണ്ട് ജസ്റ്റിസ്, ഹാങ് ദ റേപ്പിസ്റ്റ്. ഇതിലും മനോഹരമായി അവരുടെ ഈ കാപട്യത്തെ, ഹിപ്പോക്രസിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് ആ കാർട്ടൂണിൽ. അടുത്ത് നോക്കാം. മീരാ ശ്യാമിന്റെ എക്സ്പോസ്റ്റ് ആണ്. പാലൂട്ടിയ കൈക്ക് തിരിച്ചു കടിക്കരുത് എന്ന് പറയണം. കൊണ്ടു നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് പറയണോ എന്ന കൺഫ്യൂഷനിലാണ്. എന്നിട്ട് എന്താണ് ആ മീരയെ കൊണ്ട് ഇത് പറയിച്ചത് നോക്കാം. മാഷാ അല്ലാ സ്റ്റിക്കർ, കാഫർ സ്ക്രീൻഷോട്ട്, CPM ധ്രുവീകരണ അജണ്ടകളെ ചെറുക്കുക, പുതിയ പൊതുസമ്മേളനം, പുതിയ ബസ് സ്റ്റാൻഡ് വടകര, ഷിഹാബ് പൂക്കോട്ടൂർ, പാർക്കിൽ അബ്ദുള്ള, CT സുഹൈബ്, ഷംസീർ ഇബ്രാഹിം, ദുൽഖിഫിൽ, മിസ്ബാ കീഴരിയൂർ, ഫൈസൽ പൈങ്ങോട്ടായി, സജീർ എടച്ചേരി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളയുടെ ഒരു പൊതുസമ്മേളനത്തെക്കുറിച്ചാണ് ഇന്ന് വടകരയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ പോസ്റ്റർ ഇട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ CPM ധ്രുവീകരണ അജണ്ടകളെ ചെറുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്നത്. ബാക്കി മനസ്സിലായി കാണുമല്ലോ അല്ലേ? കൊണ്ടു നടന്നതും നീയെ ചാപ്പ. അടുത്ത് നോക്കാം. TP സെൻകുമാറിന്റെ പോസ്റ്ററാണ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 29 10 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, ബ്രിഡ്ജിംഗ് സൗത്ത്. അതിൽ സാക്ഷാൽ ഭീംറാവ് റാംജി അംബേദ്കറിന്റെ, ഡോക്ടർ അംബേദ്കറിന്റെ ചിത്രമുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. ഐ വാണ്ട് ഓൾ പീപ്പിൾ ടു ബി ഇന്ത്യൻസ് ഫസ്റ്റ്, ഇന്ത്യൻസ് ലാസ്റ്റ് ആൻഡ് നത്തിങ് എൽസ് ബട്ട് ഇന്ത്യൻസ്. BR അംബേദ്കർ. ഇതെന്തിനുള്ള മറുപടിയാണെന്ന് കൂടി മനസ്സിലായോ? പണ്ടൊരു പരിപാടി നടന്നിരുന്നു, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതല്ല, വെട്ടിമുറിക്കലല്ല വേണ്ടത്, പാലമിടലാണ് വേണ്ടതെന്നുള്ള സന്ദേശമാണ്. ഡോക്ടർ TP സെൻകുമാറാണ് ഈ എക്സ്പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് കാണാമോ? അർമാണി ബ്ലൂമിന്റെയാണ് പോസ്റ്റ്. വിനേഷിന് 4 കോടി, ശ്രീജേഷിന് ഓണക്കോടി. അതെ, CPMന്റെ ഒരു ട്വീറ്റ് അഥവാ എക്സ്പോസ്റ്റ് കോട്ട് ചെയ്തിട്ട് അത് റീപോസ്റ്റ് ചെയ്തിട്ടാണ്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കി താരം ശ്രീജേഷിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി P. രാജീവ് അനുമോദിച്ചു. ശ്രീജേഷിന് അദ്ദേഹം ഓണക്കോടിയും സമ്മാനിച്ചു. ആ പോസ്റ്റും ആ ചിത്രങ്ങളും പങ്കുവച്ചിട്ടാണ് ആ കമന്റ്. അതെ, വിനേഷിന് 4 കോടി, ശ്രീജേഷിന് ഓണക്കോടി. കൂടുതൽ പറയേണ്ടല്ലോ. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയ ലോകം പങ്കുവയ്ക്കുന്ന വികാരം. ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ബംഗാളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇത് ചിലത് മാത്രമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മാത്രമാണ് കൂടുതലായും കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. നേരത്തെ നമുക്കൊരു കമൻറ്റ് വന്നു, ആരാണ് ഇട്ടത് എനിക്ക് ഓർമ്മയില്ല. മലയാളികൾക്ക് ഇത്തരം ആഘോഷങ്ങൾ, നമുക്ക് ഈ മലയാളി നമ്മളെല്ലാം ഭാരതീയരാണ്, അതുകൊണ്ട് തന്നെ രക്ഷാബന്ധൻ ചില ആഘോഷങ്ങൾ നമ്മൾ അറിയാൻ വൈകിയെന്നേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴും സജീവമായി എല്ലായിടത്തുമുണ്ട്.
രക്ഷാബന്ധൻ ആഘോഷം. വിവേക് രാമസ്വാമി ആണെങ്കിലും കമല ഹാരിസ് ആണെങ്കിലും അതല്ലെങ്കിൽ അജയ് ജഡേജ ആണെങ്കിലും ഒക്കെ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളുടെ എന്തെങ്കിലും ഒരു മലയാളി കണക്ഷൻ ഉണ്ടോ, അദ്ദേഹം തട്ടുദോശെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് തപ്പിപ്പോകുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിലും മലയാളി എന്നങ്ങനെ വേറിട്ട് നിൽക്കേണ്ട മലയാളിയുടെ ഭാഷ, മലയാളിയുടെ സംസ്കാരം, മലയാളിയുടെ സ്വത്വമൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അംബേദ്കറുടെ വാക്കുകൾ മാത്രം ഓർത്താൽ മതി. ആദ്യം ഭാരതീയൻ, അവസാനവും ഭാരതീയൻ. അതുകൊണ്ട് തന്നെ രക്ഷാബന്ധൻ ഭാരതം ആഘോഷമാക്കുകയാണ്. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണിന്ന്. മഹത്തായ സഹോദരീ സഹോദര ബന്ധത്തിന്റെ സന്ദേശം നൽകുന്നതാണ് ഓരോ രക്ഷാബന്ധൻ മഹോത്സവവും. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നത്. രാഖിബന്ധനമാണ് ഈ ദിനത്തിലെ പ്രധാന ചടങ്ങ്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമായാണ് പരസ്പരം രാഖി അണിയിക്കുന്നത്. സംരക്ഷണത്തിന്റെ കെട്ട് എന്നാണ് രക്ഷാബന്ധൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. രാഖിക്കുമുണ്ടൊരു ഐതിഹ്യം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുകയും ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ പത്നിയായ ശചി ഇന്ദ്രന്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാസൂത്രം അഥവാ രാഖി കെട്ടിക്കൊടുക്കുകയും ചെയ്തു. രക്ഷാസൂത്രത്തിന്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയിച്ചു തിരിച്ചു വന്ന ദിവസത്തെ സ്മരിച്ചാണ് രക്ഷാബന്ധനം ഉത്സവമായി പിന്നീട് ഉത്തരേന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത്. സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സുരക്ഷയുടെയും സന്ദേശമാണ് ഓരോ രക്ഷാബന്ധൻ ദിനവും നൽകുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ സാമൂഹിക സമ്പർക്കവും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സാഹോദര്യ സ്നേഹവും അതുണർത്താൻ ആവശ്യമായ രക്ഷാബന്ധൻ പോലുള്ള ഉത്സവങ്ങളും കൂടുതൽ പ്രാധാന്യമുള്ളതാവുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പൊതുനിരത്തിൽ സഹോദരിമാർ അപമാനിക്കപ്പെടുന്ന ഈ കലിയുഗത്തിൽ തന്റെ യഥാർത്ഥ ചുമതല എന്തെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ രക്ഷാബന്ധനോത്സവവും. നൂറുകണക്കിന് പരുത്തി നൂലിഴകളാൽ നിർമ്മിതമായ ഒരു രാഖിക്ക് സാഹോദര്യത്തെ മാത്രമല്ല ഖണ്ഡിതമായ ഭാരതത്തെ അഖണ്ഡിതമാക്കിയ ചരിത്രം കൂടിയുണ്ടെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. കൾച്ചറൽ ഡെസ്ക്, ജനം. അങ്ങനെ എല്ലാ മാന്യപ്രേക്ഷകർക്കും രക്ഷാബന്ധൻ ആശംസകൾ. എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. വീണ്ടും ഗൗതം അനന്തനാരായണനിലേക്ക്. ഒരുപക്ഷെ രാജ്യം, ഭാരതീയ ലോകമെങ്കും ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ മമത ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരാളുടെ അടുത്ത് നിന്നാണ്. ഏറ്റവും വലിയ വിമർശനം ആ കൊല്ലപ്പെട്ട ഡോക്ടറുടെ അമ്മയുടെ ഭാഗത്തു നിന്നാണ്. കുട്ട മാനഭംഗത്തിന് ഇരയാണ് തൻ്റെ മകൾ. ഇതുവരെ അറസ്റ്റ് ചെയ്തത് ഒരാളെ മാത്രം. കുറ്റവാളികളെ സംരക്ഷിക്കാനും പ്രതിഷേധം അടിച്ചമർത്താനുമാണ് മമത ശ്രമിക്കുന്നതെന്നും അമ്മ പറയുകയാണ്. കേൾക്കാം. একটু ভালো কাজ করেনি, এমনকি এখন আমাদের সিএম যাতে প্রতিবাদটা বন্ধ করার চেষ্টা করছেন। আমার মনে হচ্ছে আজকে 144 ধারা জারি করে দিয়েছেন এখানে, যাতে মানুষ প্রতিবাদ করতে না পারে। উনি আমাদের সঙ্গে কোনো সহযোগিতা করেননি, বরং কেসটা পুরো যাতে তাড়াতাড়ি করে মিটিয়ে দেওয়া যায় সেই চেষ্টাই করছিলেন। ഈ മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയൊന്നും അല്ലല്ലോ, നല്ല ഒന്നാന്തര ബംഗാളി മമത കേട്ടിട്ടുണ്ടെങ്കിൽ എന്തു പറയാൻ, എന്തു ഫലം. ഗൗതം അനന്തനാരായണൻ അമ്മയുടെ വാക്കുകൾ അങ്ങനെ, പിതാവിന്റെ വാക്കുകൾ അങ്ങനെ. 3-4 മണിക്കൂർ കാത്തു നിൽക്കുന്നു. ആത്മഹത്യയാണെന്ന് ആദ്യം പറയുന്നു. അന്വേഷണം എത്തുന്നില്ല. അന്വേഷണം ഇഴയ്ക്കുന്നു. പ്രതിഷേധിക്കാൻ ചെന്നവരെ ആക്രമിക്കുന്നു. അവർ ജീവനും കൊണ്ട് ഓടുന്നു. പ്രതിഷേധിച്ചവരെ, തങ്ങളുടെ ഒരു സഹപ്രവർത്തകയെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചവരെ ആക്രമിക്കാൻ TMC ഗുണ്ടകളെ അയക്കുന്നു. എന്നിട്ട് നീതി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി റാലി നാടകം നടത്തുന്നു. ഗൗതം, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബംഗാളിൽ നിന്ന് നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ? പ്രതിഷേധം തുടരുകയാണോ? പ്രദീപ് പിള്ള, ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറുന്ന ഒരു പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. അതിലുപരിയാണിപ്പോൾ ഈ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ അമ്മയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് ബംഗാളി ഭാഷയിൽ അവർ മമതാ ബാനർജിയെ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നതാണ്. ദേശീയ വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ ഒരു പ്രതികരണത്തിലാണ് മമതാ ബാനർജിയും ഒപ്പം പശ്ചിമ ബംഗാളിലെ മുഴുവൻ ഭരണകൂടവുമാണ് തൻ്റെ മകളുടെ അതിക്രൂരമായ കൊലപാതകത്തിന് കാരണം എന്നാണ് ആ അമ്മ വിമർശിക്കുന്നത്. അമ്മ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു ഇൻസിഡന്റ് ഓരോന്നായി അവർ കൃത്യമായി പറയുന്നുണ്ട്. അതായത് കൊലപാതകം നടന്ന ദിവസം ഓഗസ്റ്റ് മാസം 9-ാം തീയതി കാലത്ത് ഒരു ഫോൺ കോൾ ആദ്യം ഈ ആശുപത്രിയിൽ നിന്നും വന്നു. ഈ RKJ ആശുപത്രിക്കാർ ആദ്യം വിളിക്കുകയും മകൾക്ക്
നല്ല സുഖമില്ല എന്നൊരു പ്രതികരണമാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം പിന്നീട് മറ്റൊരു കോൾ വന്നു. ആ കോളിലാണ് മകൾ സൂയിസൈഡ് ചെയ്തു എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ 24 നോർത്ത് പർഗാനാസിലാണ് ഈ പെൺകുട്ടിയുടെ വീട്. അങ്ങനെ അമ്മയും അച്ഛനും ആ ഒരു കുടുംബം വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം മകൾ ആത്മഹത്യ ചെയ്തുവെന്ന ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വളരെ ഷോക്കിംഗ് ആയ ഒരു വാർത്തയിൽ നെഞ്ചുപൊട്ടിയാണ് ഈ കുടുംബം ആശുപത്രിയിലേക്ക് എത്തിയത്. ഏതാണ്ട് 10:50 ഇവർ ഈ ആശുപത്രിയിൽ എത്തിയത്. പക്ഷേ ഉച്ചതിരിഞ്ഞ് 3:30 ഈ അമ്മയ്ക്കും അച്ഛനും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മറ്റു ബന്ധുക്കൾക്കും ഈ പെൺകുട്ടിയുടെ ഭൗതികദേഹം ഈ മൃതദേഹം കാണാൻ സാധിച്ചത് എന്നതാണ്. കാണുന്ന സമയത്ത് കുട്ടിയുടെ ദേഹത്ത് വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വായിൽ നിന്നും അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും ഉൾപ്പെടെ രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുടുംബം തങ്ങൾ ആശുപത്രി അധികൃതരോട് ഇത് സൂയിസൈഡ് അല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണ്, പീഡനമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഈ മമതാ ബാനർജിയുടെയും ഈ സർക്കാർ സംവിധാനങ്ങളും ആശുപത്രി അധികൃതരും എല്ലാവരും ചേർന്ന് ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അമ്മ വളരെ വൈകാരികമായി പറയുന്നത്. കേസ് പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു. ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ മാത്രമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാണ് അമ്മയുടെ പ്രധാന വിമർശനം. ഗൗതം, നമ്മുടെ അടുത്ത ലൈവ് റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഗൗതമിലേക്ക് തന്നെ തിരിച്ച് പോവുകയും വേണം. എന്തായാലും ഇനി വളരെ പെട്ടെന്ന് ന്യൂസ് അജണ്ട ലേഖകരെ അണിനിരത്താനുള്ള സമയമില്ല. തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമായും വരാനുള്ളത് ബാങ്കേഴ്സ് സമിതി യോഗം ആണ്. വയനാടിനെ സംബന്ധിച്ച് എന്ത് തീരുമാനം ഉണ്ടാകുമെന്നറിയാം. മഴ മുന്നറിയിപ്പിലുള്ള അപ്ഡേറ്റ്സ് വരാനുണ്ട്. കൊച്ചിയിൽ നിന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി സമർപ്പിച്ച ഹർജിയിലെ വിധി ഉണ്ടാകുമോ എന്നറിയണം. ഇന്ന് പരിഗണിക്കും എന്നറിയാം. സീറോ മലബാർ സഭ സിനഡിന് ഇന്ന് തുടക്കം ആവുകയാണ്. 31 വരെ ഇത് നീണ്ടു നിൽക്കും. മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ വീട് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ സന്ദർശിക്കുന്നു. എന്തായാലും കാഫിർ വിവാദത്തിലും കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ബംഗാൾ സംബന്ധിച്ചും ബംഗ്ലാദേശ് സംബന്ധിച്ചുമുള്ള വാർത്തകളും പ്രതീക്ഷിക്കാം. പുത്തൻപുലരി ഇവിടെ ഇന്നത്തെ പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. നമസ്തേ. അല്പസമയത്തിനകം അടുത്ത വാർത്താ ബുള്ളറ്റിനിലേക്ക്. നമസ്തേ.